ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ക്ലാസ്സിൽ നമ്മൾ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് പഠിച്ചു, പ്രോസസ് പഠിച്ചു, ടൂൾസ് പഠിച്ചു. അങ്ങനെ പലതരം ടെക്നിക്സ് എങ്ങനെയാണ് ബയോടെക്നോളജിയിൽ ചെയ്തു വരുന്നത്, അതായത് RDNA ടെക്നോളജി, അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ അഗ്രികൾച്ചർ ഫീൽഡിലും അതുപോലെ മെഡിസിൻ ഫീൽഡിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാം, എങ്ങനെ ബയോടെക്നോളജി ഈ അഗ്രികൾച്ചറിലും മെഡിസിനിലൊക്കെ അപ്ലൈ ചെയ്യാം, അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം, റീകോൾ ചെയ്യാം. ഇപ്പൊ നമ്മൾ ബയോടെക്നോളജിയുടെ പ്രോസസ്സ് പഠിച്ചിരുന്നു. അപ്പൊ ആ പ്രോസസ്സ് എന്താണെന്ന് ഫസ്റ്റ് ഒന്ന് പറയാം. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ RDNA ടെക്നോളജിയിൽ ഫസ്റ്റ് വരുന്ന ഒരു സ്റ്റെപ്പാണ് ഐസൊലേഷൻ ഓഫ് DNA എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന പ്രോട്ടീൻ ഉണ്ടാക്കാൻ കഴിവുള്ള ആ ഒരു DNA സീക്വൻസ്, ഡിസൈർഡ് DNA സീക്വൻസ് ഐസോലേറ്റ് ചെയ്തെടുക്കുന്നു. ഐസൊലേറ്റ് ചെയ്തെടുത്ത ആ ഒരു DNA കട്ട് ചെയ്യുന്നു, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഈ കട്ട് ചെയ്യുന്നത് ഡിസൈർഡ് DNA ആയാലും വെക്ടർ പ്ലാസ്മിഡിന്റെ ആയാലും കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ കട്ട് ചെയ്ത് ആ ഒരു കാര്യം കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്മോൾ ഫ്രാഗ്മെന്റ് ഒക്കെയാണ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സ്മോൾ ഫ്രാഗ്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനെ റീകോമിനന്റ് DNA ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, സ്മോൾ ഫ്രാഗ്മെന്റിനെ ഒരു ബില്യൺസ് ഓഫ് കോപ്പീസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷൻ ആണ് ആ പ്രോസസ്സിന്റെ പേര്. യൂസ് ചെയ്യുന്ന ടെക്നിക്ക് PCR, അതായത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ബില്യൺസ് ഓഫ് കോപ്പീസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതില് ഡീനാച്ചുറേഷൻ, അനീലിംഗ്, അതുപോലെ എക്സ്റ്റൻഷൻ, അങ്ങനെ 3 സ്റ്റെപ്സ് അതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ബില്യൺസ് ഓഫ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പൊ DNA ലിഗേസ് അവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഡിസൈർഡ് DNAയും വെക്ടറും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, റിക്കോംബിനന്റ് DNA അവിടെ ഫോം ചെയ്യുന്നു. DNA ലിഗേസ് ആണ് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്. ഇനി ഈ റീകോംബിനന്റ് DNA ദെൻ എന്ത് ചെയ്യും, ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടെക്നിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്ലാന്റ്സിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ജീൻ ഗൺ അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ് യൂസ് ചെയ്താൽ മതി. ആനിമൽ സെല്ലിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മൈക്രോ ഇഞ്ചക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. പിന്നെ ബാക്ടീരിയൽ സെല്ലിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ആ ഒരു ബാക്ടീരിയൽ സെല്ലിനെ കോമ്പിറ്റൻസി കൂട്ടി കൊടുക്കുക. അതായത് ഡാവാലൻ കാറ്റയോൺസ് ആയിട്ടുള്ള കാൽഷ്യം ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിന്റെ കോമ്പിറ്റൻസി കൂട്ടുക. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റീകോംബിനന്റ് DNA അതിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാകും, ഈ ഒരു റീകോംബിനന്റ് DNA ആ ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ ഉള്ളിലോട്ട് കയറും. ഇനി ഇങ്ങനെ ഇൻസേർട്ടഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നടക്കുന്നത്, അവിടെ ഈ ഇൻസേർട്ടഡ് ആയിട്ടുള്ള റീകോംബിനന്റ് DNA ജീൻ അതെന്ത് ചെയ്യും, എക്സ്പ്രസ്ഡ് ആകും. അതായത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒപ്റ്റിമം കണ്ടീഷൻ ആ ഒരു സെല്ലിന് കൊടുക്കാം. ഇൻസെർട്ടഡ് ആയിട്ടുള്ള സെല്ലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള റിക്കോമിനന്റ് DNA ജീൻ എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് ആകും. എക്സ്പ്രസ്ഡ് ആവാൻ ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ജീൻ ഏത് പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത്, ഇപ്പൊ ഏത് പ്രോട്ടീൻ ആണ് ഫോം ചെയ്യുന്നത് അതുണ്ടാവും. അപ്പം അവിടെ എന്ത് ഉണ്ടായി, ഡിസൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള പ്രോട്ടീനെ ഒപ്റ്റൈൻ ചെയ്തു. ഇനി ഈ ഡിസൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇങ്ങനെ തന്നെയല്ല മാർക്കറ്റിൽ കൊണ്ടുപോയി നമ്മൾ വിൽക്കുന്നത്. അപ്പൊ അതിനെ ഒന്നും കൂടി സെപ്പറേഷൻ നടത്തണം, പ്യൂരിഫിക്കേഷൻ നടത്തണം. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് കഴിയുമ്പോഴാണ് അതിന് മാർക്കറ്റ് വാല്യൂ കിട്ടുന്നത്. അങ്ങനെയാണ് അത് മാർക്കറ്റിൽ വെക്കുന്നതും അതിന്റെ ആ ഒരു പ്രോഡക്റ്റ് വാല്യൂ കൂടുന്നത്. ഇത്രയായിരുന്നു ബയോടെക്നോളജി പ്രോസസ് അതിൽ വരുന്ന സ്റ്റെപ്പ്. ഇനി ഇതാണ് റീകോംബിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ അഗ്രികൾച്ചർ ഫീൽഡിലും മെഡിസിൻ ഫീൽഡിലും ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ സ്കെയിൽ പ്രൊഡക്ഷനെയാണ്. അതായത് എന്തൊക്കെയാണ് ബയോടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ.
കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റിക്കോmbinant DNA ടെക്നോളജീസ്, ജനറ്റിക്കൽ എഞ്ചിനീയറിങ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് പ്രോഡക്ട്സിന്റെ എക്സാമ്പിൾസ് പറയൂ. അതായത് ഇപ്പം ബയോഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ ചില ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബ്സ്, അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഉണ്ട്, ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ഉണ്ട്, അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫംഗൈസ് ഉണ്ട്. ഇതൊക്കെയും എന്താണ്? ഈ ബയോ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിക്കോmbinant ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, ദെൻ ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മാത്രമല്ല ഉണ്ടാക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബയോ വെപ്പൺസ് എന്ന് പറയുന്നത്. ബയോ വെപ്പൺസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം ഒരു വാർ ഒക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം ഓൾറെഡി റീസെന്റ് ആയിട്ടുള്ള വാർ ഒക്കെയാണ് ഇസ്രായേലും പാലസ്തീനൊക്കെയും തമ്മിലുള്ളത്. അപ്പം അവിടെ വാർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെപ്പൺസ് എന്തൊക്കെയാണ്? ഇപ്പൊ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ, എന്തൊക്കെ വെപ്പൺസ് ആണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർ യൂസ് ചെയ്യുന്നത് മിസൈൽസ്, ബോംബ്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെപ്പൺ ആണ് ബയോ വെപ്പൺസ്. അതായത് ഇപ്പൊ സയന്റിസ്റ്റ്, ഇപ്പം ദശാവതാരം ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ആ ഫിലിമില് പറയുന്നത് ഒരു വൈറസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. ആ വൈറസ് ഇതുപോലെ ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് ആണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു വൈറസ് ഉണ്ടാക്കുന്നത്. ആ ഒരു വൈറസിനെ ഈ വേൾഡിനെ മൊത്തം ഡിസ്ട്രക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ ആ വൈറസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒപ്റ്റിമം കണ്ടീഷനിൽ ഒരു ചാമ്പറിലാണ് എപ്പോഴും അതിനെ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന വേറൊരു സംഭവം NaCl ആണ്. ആ ഒരു വൈറസ് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് NaCl ആണ് പിന്നീട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബയോ വെപ്പൺസ് അത്രയും ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള വെപ്പൺസ് ആണ്. ഇനി അതിൽ യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയുള്ള വൈറസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിൽ പറയുന്നത് വൈറസ് അതുപോലെ തന്നെ മൈക്രോബ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള ബയോ വെപ്പൺസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സേഫ് ആണ്. അതാണ് ആ ഒരു ബയോ വെപ്പൺ അല്ലെങ്കിൽ ആ ഒരു മൂവി അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് കൊറോണ ഒക്കെ വന്ന സമയത്ത് നമുക്ക് വൈറസിന്റെ ആ ഒരു ഡിസ്ട്രാക്റ്റീവ് കപ്പാസിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് കൊറോണ വന്ന സമയത്ത് നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ ബയോ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബയോടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഉള്ളതാണ് തെറാപ്യൂട്ടിക്സ്, ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മയക്കുമരുന്ന് എന്നുള്ളതല്ല, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നുകളും ഡ്രഗ്സ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള തെറാപ്യൂട്ടിക്സ്, ഡയഗ്നോസ്റ്റിക്സ്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യണം. അപ്പൊ അതിനുള്ള ടെക്നിക്സും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതും ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ അഡ്വാൻസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബയോടെക്നോളജി ഫീൽഡാണ്. അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ട്. ഇപ്പൊ അഗ്രികൾച്ചറൽ ഫീൽഡിലൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ പ്ലാന്റ്സിന്റെ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റ് ചിലപ്പോൾ അതിന്റെ ലീഫിനെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, അതായത് ഇൻസെക്ട്സ്. മെയിൻ ആയിട്ടും പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്ട്സിനെ പറയുന്ന പേരാണ് പെസ്റ്റ്. അത് തന്നെ എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് പെസ്റ്റ് എന്ന് പറയുന്നത്. ഈ പെസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും, ഇലകളിനെയൊക്കെ കഴിക്കും, അതുപോലെ തന്നെ തണ്ട് കഴിക്കും, അതുപോലെ ഫ്രൂട്ട്സിനെ കഴിക്കും. അങ്ങനെ അവര് കഴിക്കുന്ന പല പാർട്സ് ഉണ്ട് പ്ലാന്റ്സിന്റെ. അപ്പൊ അതനുസരിച്ച് ആ പ്ലാന്റ് ഡിസ്ട്രോയിഡ് ആകും, പിന്നെ ഡീക്കേ ചെയ്തു പോവാണ് ചെയ്യുക. ആ പ്ലാന്റ് കൊണ്ട് പിന്നീട് ഒരു ഉപകാരവും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അഗ്രികൾച്ചർ ഫീൽഡിൽ ഒരുപാട് നഷ്ടമാണ്, ഈൽഡ് കുറയും. അപ്പൊ അതുകൊണ്ട് ഈ പെസ്റ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഫീൽഡിലെ ഒരു എനിമിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സിനൊക്കെയും എന്ത് ചെയ്യുക, പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, ഈ പ്ലാന്റ്സിനെ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ അവർക്ക് നല്ല ഈൽഡ് കൊടുക്കാനും പറ്റും. അപ്പൊ അങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അഗ്രികൾച്ചർ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോസസ്ഡ് ഫുഡ്, ഇപ്പൊ നമുക്കറിയാം നമ്മള് ബീവറേജസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ പ്രോസസ് ചെയ്ത ഫുഡ് യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഈ പ്രോസസ് ചെയ്യുന്ന ഇപ്പൊ ഫുഡ്, ഇപ്പം വൈന്, ബിയർ അതുപോലുള്ളതൊക്കെ, പിന്നെ ഫെർമെന്റ് ചെയ്യുന്നത്, അപ്പൊ അതൊക്കെയും എന്താണ്, ഈ ഒരു ബയോടെക്നോളജി ഫീൽഡ് വഴി ഇംപ്രൂവ് ചെയ്തു വന്നിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ്. പിന്നെ ബയോ റെമഡിയേഷൻ, അതുപോലെ തന്നെ വേസ്റ്റ് ട്രീറ്റ്മെന്റ്, പിന്നെ അതുപോലെ ഇപ്പൊ ചില ഓയിൽ ടാങ്ക്സ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ ഓയിൽ ടാങ്ക്സിനൊക്കെയും ക്ലീൻ ചെയ്യാന്നുള്ളത് അത്രയും
പോസിബിൾ അല്ല. അപ്പം മാൻ പവർ എത്താത്ത കുറച്ച് കേസസ് ആണ് അതൊക്കെ. അപ്പൊ ഓയിൽ ടാങ്ക്സ് അല്ലെങ്കിൽ ഓയിൽ ആയിട്ടുള്ള പൈപ്പ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷൻ, ഈ ഫീൽഡിലൊക്കെയും ബയോടെക്നോളജി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഈ ഫീൽഡിലൊക്കെയാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസും വരുന്നത്. ഇനി ഏതൊക്കെ, ഇപ്പം 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസ് ആണ് ബയോടെക്നോളജിക്ക് ഓൾറെഡി ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് പ്രൊവൈഡിങ് ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്ഡ് ഓർഗാനിസം യൂസിങ് എ മൈക്രോബ് ഓർ പ്യുവർ എൻസൈം. ഒരു മൈക്രോബ് അല്ലെങ്കിൽ ഒരു പ്യുവർ എൻസൈം അതിനെ ഇംപ്രൂവ് ചെയ്തെടുക്കുക. അതായത് ഇപ്പൊ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു റിയാക്ഷന് സ്പീഡ് കൊടുക്കുന്നതാണ് എന്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നല്ല പ്യുവർ എൻസൈംസും മൈക്രോബ്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ക്വാളിറ്റി ബെസ്റ്റ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻസ് ഒക്കെ കുറച്ചും കൂടി സ്പീഡിൽ നടക്കുകയും ചെയ്യും. പ്രോഡക്ട്സ് ഒക്കെ കുറച്ചും കൂടി ടൈം കൺസ്യൂം ചെയ്യാതെ തന്നെ ഈ പ്രോഡക്ട്സിനൊക്കെ ഈൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ബെസ്റ്റ് കാറ്റലിസ്റ്റിന്റെ ആ ഒരു അഡ്വാൻസ്മെന്റ്, അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ കണ്ടീഷൻസ് ത്രൂ എഞ്ചിനീയറിംഗ് ഫോർ എ കാറ്റലിസ്റ്റ് ടു ഡു ആക്ട്. അതായത് ഈ കാറ്റലിസ്റ്റിന് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, അതിനെന്ത് ചെയ്യണം, ഒപ്റ്റിമൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം. എന്നാലാണ് ഈ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെതായിട്ടുള്ള വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൽ കണ്ടീഷൻസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാം, ഒപ്റ്റിമൽ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ടെക്നിക്സ് ഓർ ടെക്നോളജീസ് ടു പ്യൂരിഫൈ ദ പ്രോട്ടീൻ ഓർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ബയോടെക്നോളജിയുടെ ലാസ്റ്റ് പ്രോസസ് ആണ് എന്ത്, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒപ്റ്റൈൻ ചെയ്തിട്ടുള്ള ഡിസൈഡ് പ്രോഡക്റ്റ് ഓർ ഡിസൈഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, അതിന്റെ സെപ്പറേഷൻ നടത്തി പ്യൂരിഫൈ ചെയ്തിട്ട് അതിന്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റിൽ കൊടുക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് അതിനെ മാറ്റുന്നു. അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ബയോടെക്നോളജി ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അഡ്വാൻസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ക്രിട്ടിക്കൽ ആയിട്ട് നടക്കുന്ന റിസർച്ച് ഏരിയാസ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പൊ നമുക്കറിയാം ഈ എൻസൈംസും കാറ്റലിസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് മാത്രമല്ല ഈ ഒരു ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, അതിന് അഗ്രികൾച്ചറൽ ഫീൽഡിലും അതുപോലെ തന്നെ മെഡിസിൻ ഫീൽഡിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഫുഡ് പ്രൊഡക്ഷന്റെ കാര്യം വരുമ്പോൾ, ഇപ്പൊ ഫുഡ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ഇപ്പൊ ഹ്യൂമൻ പോപ്പുലേഷൻ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആ പോപ്പുലേഷൻ സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ ഒന്നും ഇപ്പോഴത്തെ ഒരു ഇതില് നടക്കുന്നില്ല. അപ്പൊ ഈ ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ആഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ. ഈ ആഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് കെമിക്കൽസ് യൂസ് ചെയ്യുക. ഇപ്പം കെമിക്കൽസ് ആയിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കും യൂസ്ഫുൾ അല്ല, കാരണം അത് ഹാർംഫുൾ ആണ്. കെമിക്കൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഈ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് വഴി ഹെർബിസൈഡ്സ്, കെമിക്കൽ ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സോയിൽ എന്ത് ചെയ്യും, അതിന്റെ ഒരു നല്ലൊരു കപ്പാസിറ്റി, ഫെർട്ടിലിറ്റി ഒക്കെ എന്ത് ചെയ്യും, പോവും. അപ്പൊ ഈ സോയിലിന്റെ ഫെർട്ടിലിറ്റിയും കാര്യങ്ങളും പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർഗാനിക് അഗ്രികൾച്ചറാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ ആകുമ്പോൾ സോയിലിന്റെ ഫെർട്ടിലിറ്റി പോകുക, സോയിൽ പിന്നെ അവിടെ അഗ്രികൾച്ചറിന് അത്ര ഈൽഡ് കൊടുക്കാതെ വരും. ആ ഒരു സോയിൽ ഫെർട്ടിലിറ്റി പോകുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്, അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓർഗാനിക് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്നത് ബോൺ മീൽസ്, പിന്നെ ബ്ലഡ് മീൽസ്, പിന്നെ മാനോസ്, അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സോയിലിന് ഫെർട്ടിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും അതിന്റെ ആ ഫെർട്ടിലിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഈൽഡ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ വേണ്ടിയും പറ്റും, നമുക്ക് അസുഖങ്ങളൊന്നും തന്നെയും വരില്ല. പിന്നെ യൂസ് ചെയ്യുന്നത് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ ആണ്. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ക്രോപ്സ് ഒരുപാടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോട്ടൺ എടുക്കാം. ഇപ്പൊ കോട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ്, കുറച്ചും കൂടി മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ത്, ഈ കോട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോട്ടൺ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പെസ്റ്റ് കാര്യങ്ങളും വന്നിട്ട് ഈ കോട്ടന്റെ ഈൽഡൊക്കെ കുറയുന്ന സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് കണ്ടുപിടിച്ച ഒന്നാണ് BT കോട്ടൺ.
അപ്പൊ ഈ BT കോട്ടൺ എന്ന് പറയുന്നത് ഇപ്പം പെസ്റ്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ജീൻസ് ഇൻസേർട്ടഡ് ആയിട്ടുള്ള കോട്ടനെയാണ് എന്ത് പറയുന്നത് ഈ BT കോട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്സ് യൂസ് ചെയ്യുന്നത് വഴി അഗ്രികൾച്ചറിൽ ഒരുപാട് ഈൽഡ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് പിന്നെ നെക്സ്റ്റ് ഒരു ചോദ്യം ഉണ്ടാകാം. ഹെൽത്ത് ഇഷ്യൂസ് സ്വതവേ ഇല്ല, ബട്ട് അതിനെ പറ്റിയുള്ള സ്റ്റഡീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഓർഗാനിക് അഗ്രികൾച്ചർ തന്നെയാണ്. ബട്ട് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് ആയാലും കുറച്ചും കൂടി നല്ലതാണെന്നാണ് പറയുന്നത്. ആഗ്രോ കെമിക്കലിനേക്കാളും നല്ലതാണ് ഈ രണ്ട് ഓപ്ഷൻ. ഇനി ഇത്രയാണ് ഇപ്പൊ അഗ്രികൾച്ചർ ഫീൽഡിൽ നടക്കുന്ന 3 കാര്യങ്ങൾ. ഇനി ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെവല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആർക്കെങ്കിലും അറിയോ? ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം ഇപ്പൊ ഹ്യൂമൻ പോപ്പുലേഷൻ സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫുഡ് സപ്ലൈ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? അത് ട്രിപ്പിൾ ചെയ്യണം. ട്രിപ്പിൾ ചെയ്യുമ്പോഴാണ് ഇനഫ് ഫുഡ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു പോപ്പുലേഷനിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ഫുഡ് സപ്ലൈ ട്രിപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രിപ്പിളിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒന്നായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then increased yields have partly been due to the use of improved crop varieties, but mainly due to the use of better management practices and use of agrochemicals. അതായത് ഇപ്പം നമുക്ക് yield കൂട്ടാൻ വേണ്ടി പറ്റി എന്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റീസ് യൂസ് ചെയ്യുന്നത് വഴി, അതുപോലെ തന്നെ ബെറ്റർ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഇംപ്ലിമെന്റ് ചെയ്തത് വഴി, അതുപോലെ തന്നെ ആഗ്രോ കെമിക്കൽസ് അതായത് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റി? ക്രോപ്സ് അല്ലെങ്കിൽ അതിന്റെ yield കൂട്ടാൻ വേണ്ടി പറ്റി. However, for farmers in the developing world, agrochemicals are often too expensive. അപ്പം ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, അതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്. എന്താണ് അതിന്റെ രണ്ടിന്റെ വ്യത്യാസം? ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്. എന്താണ് അതിന്റെ വ്യത്യാസം? ഇപ്പൊ ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ അതിനെ എക്സാമ്പിൾ ആയിട്ട് പറയാം അമേരിക്കൻ കൺട്രീസ് ഒക്കെ. അവിടെ എന്താണ്? അവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മണി, അതിന്റെ കാര്യം പറയുന്നത് ഇക്കണോമിയുടെ ബേസ് പറയുമ്പോൾ നമ്മളതിനേക്കാളും കുറച്ചും കൂടി മുകളിലാണ് അമേരിക്കൻ കൺട്രീസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇന്ത്യ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രി ആണ്. നമുക്ക് അത്രയും എക്കണോമിക്കലി അത്രയും അമേരിക്കൻ കൺട്രീസിന്റെ അത്രയും എത്താനായിട്ട് പറ്റിയിട്ടില്ല. നമ്മളെ പറയുന്ന പേരാണ് എന്ത്? ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ഫാമേഴ്സിന്റെയൊക്കെയും കേസ് പറയുമ്പോൾ അവിടെ ആഗ്രോ കെമിക്കൽസ് അവർക്ക് ടു എക്സ്പെൻസീവ് ആണ്. ഫാമേഴ്സിന്റെ കേസിൽ, ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഫാമേഴ്സിന്റെ കേസിൽ എന്താണ്? ആഗ്രോ കെമിക്കൽസ് ടു എക്സ്പെൻസീവ് ആണ്. Further increases in yield with the existing varieties are not possible using conventional breeding. പിന്നെ അത് മാത്രമല്ല, കൺവെൻഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ടെക്നിക്സ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നത് വഴി yield കൂട്ടാനായിട്ട് പറ്റുന്നില്ല. അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസും അതുപോലെ തന്നെ ആഗ്രോ കെമിക്കൽസിന്റെ എക്സ്പെൻസും കാരണം yield കൂട്ടാൻ വേണ്ടി പറ്റുന്നില്ല നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ഫാമേഴ്സിന്. Is there any alternative path that our understanding of genetics can show so that farmers may obtain maximum yield from their fields? അപ്പൊ ഇവിടെയാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പൊ ആഗ്രോ കെമിക്കൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. കൺവെൻഷണൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? yield ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള ജനറ്റിക്സ് യൂസ് ചെയ്തിട്ട് ഫാമേഴ്സിന് മാക്സിമം yield കൊടുക്കുന്ന ഒരു ടെക്നിക്ക് എന്ത് ചെയ്യേണ്ടത്? അഡ്വാൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ഈ ഒരു കേസിൽ? ഈസ് ദർ a way to minimize the use of fertilizers and chemicals so that their harmful effects on the environment are reduced? അതായത് ഇപ്പൊ നമുക്ക് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അഗ്രികൾച്ചർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റിൽ വരുന്ന ഒരുപാട് ഹാർംഫുൾ ഇഫക്ട്സ്, പൊല്യൂഷൻ, അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ?
ഈ ഫാമേഴ്സിന് ആഗ്രോ കെമിക്കൽസ് യൂസ് ചെയ്യാതെയും അതുപോലെ തന്നെ കൺവെൻഷണൽ ടെക്നിക്സ് യൂസ് ചെയ്യാതെയും അതുപോലെ തന്നെ ഈ ഒരു കെമിക്കൽസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഈ ഒരു അഗ്രികൾച്ചറിനെ മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നിന്നും മാക്സിമം yield ഒപ്റ്റൈൻ ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഇസ് എ പോസിബിൾ സൊല്യൂഷൻ. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പം നമുക്കറിയാം പ്ലാന്റ്സിന് ഒരുപാട് പെറ്റ്സ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ചെയ്യുന്നത് വഴിയാണ് പ്ലാന്റ്സ് ഈൽഡ് കുറയ്ക്കുന്നത്, പ്ലാന്റ്സ് ഈൽഡ് തരാത്തത്. അപ്പൊ ഈ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഓൾറെഡി പ്ലാന്റ്സ് തന്നെ റെസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ ചോയ്സ്. ഇപ്പൊ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ പ്ലാന്റ്സ് ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റീകോമ്പിനന്റ് ആയിട്ടുള്ള DNAs ഇൻസേർട്ട് ചെയ്യുന്നു. അതായത് ഈ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻസ് എന്ത് ചെയ്യുന്നു, ഇൻസേർട്ടഡ് ആക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്ലാന്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, ഈ പ്ലാന്റ്സിന് ഒരുപാട് ഈൽഡും ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ ഒരു പ്ലാന്റിൽ നിന്ന് ഒരുപാട് ഈൽഡ് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഇവിടെ ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റിന് പ്രത്യേകിച്ച് ഹാർംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇനി plants, bacteria, fungi, animals whose genes have been altered by manipulation and they are called genetically modified organisms. ഇപ്പൊ നമ്മൾ കുറച്ച് നേരമായിട്ട് പറയുന്നതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്, ക്രോപ്സ് എന്നൊക്കെ. എന്താണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, എങ്ങനെയാണ് അവരെന്നെ ഉണ്ടാക്കുന്നത്? അതായത് ഈ പ്ലാന്റ്സ് ആയാലും ബാക്ടീരിയ ആയാലും ഫംഗൈ ആയാലും ആനിമൽസ് ആയാലും ഇവരുടെയൊക്കെ ജീൻസിനെ ഓൾട്ടർ ചെയ്യും. ഓക്കെ, ജീൻസിനെ ഓൾട്ടർ ചെയ്തുകൊണ്ട് അവിടെ മാനിപ്പുലേഷൻസ് വരുത്താണ്. നമ്മൾ ഹ്യൂമൻസിന് ഡിസൈർഡ് ആയിട്ടുള്ള മാനിപ്പുലേഷൻസ് ഈ ജീൻസിൽ വരുത്താണ്. എന്നിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് GMOs. ഓക്കെ, അപ്പം ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ GMO എന്ന് തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് ചൂസ് ചെയ്യണം. ഇനി GM പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലോ എന്താണ്, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ആണ്. GM ആനിമൽസ് എന്ന് പറഞ്ഞാലോ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് യൂസ്ഫുൾ ആകുന്നത്, നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് അവർ യൂസ്ഫുൾ ആകുക? മെയ്ഡ് ക്രോപ്സ് മോർ ടോളറന്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. അബയോട്ടിക് സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ഇപ്പൊ കോൾഡ് ആവാം, ഡ്രോട്ട് ആവാം, സോൾട്ട് ആവാം, ഹീറ്റ് ആവാം. ഇതൊക്കെ അബയോട്ടിക് സ്ട്രെസ്സസ് ആണ്. ഒരു പ്ലാന്റിനെ ടോളറേറ്റ് ചെയ്യാവുന്നതിലും കൂടുതലായിട്ടുള്ളതാണ് ഈ അബയോട്ടിക് സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്രോപ്സ് ഇപ്പം ഈ ഒരു GM പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനാ ടോളറേറ്റ് ചെയ്യാൻ പറ്റും, ഈ തരത്തിലുള്ള അബയോട്ടിക് സ്ട്രെസ്സസിന് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്സ്. അതായത് പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്സ് ആണ് കുറച്ചും കൂടി നല്ലത്. ഇനി ഹെൽപ്പ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. അതായത് ഹാർവസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വിളവെടുപ്പാണ്. വിളവെടുക്കുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ആയ സമയത്തായിരിക്കും പെസ്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ വിളവെടുക്കുന്നതിന് മുമ്പുള്ള പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ഈ GM പ്ലാന്റ്സിന് പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട്. ഇനി ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനിമൽ യൂസേജ് ബൈ പ്ലാന്റ്സ്. അതായത് ഇപ്പം സോയിൽ, മിനറൽസ്, അതുപോലെ വൈറ്റമിൻസ് ഇതെല്ലാം പ്ലാന്റ്സിന് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള മിനറൽസിന്റെ യൂസേജ് ഒക്കെ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് നടക്കും എന്തില്, ഈ GM പ്ലാന്റ്സിൽ. പിന്നെ എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്, ഫുഡിന്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂടും. അതായത് മിനറൽസും വൈറ്റമിൻസും ഒക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് അപ്ടേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും, വൈറ്റമിൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടാകും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് വൈറ്റമിൻ A എൻറിച്ച്ഡ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് GM പ്ലാന്റ്സിന്റെ യൂസ്ഫുൾനെസ്.
In addition to these uses, GM has been used to create tailor-made plans to supply alternative resources to industries in form of starches, fuels, pharmaceuticals. അപ്പൊ ഇവര് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രമല്ല, ക്രോപ്സ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇവര് സ്റ്റാർച്ച്, ഫ്യൂവൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് ഇതൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then some applications of biotechnology in agriculture that you will study in detail are the production of pest-resistant plants, which could decrease the amount of pesticide use. അതായത് ഇപ്പൊ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് വഴി അഗ്രികൾച്ചറിലെ പെസ്റ്റിസൈഡ്സിന്റെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. BT toxin is produced by a bacterium called Bacillus thuringiensis. BT എന്ന് പറയുന്നത് അതിന്റെ ഷോർട്ട് ആണ്, അതായത് ബാസിലസിലെ ബിയും തുറിഞ്ചിയൻസിലെ ടിയും അത് കൂട്ടിയെടുത്തിട്ടുള്ളതാണ് BT. ഇപ്പൊ BT ടോക്സിൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയമാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ്. BT toxin gene has been cloned from the bacteria and been expressed in plants to provide resistance to insects without the need for insecticides. അതായത് നമുക്കറിയാം പ്ലാന്റ്സിനെ ഇൻസെക്ട്സിനെ എതിരായിട്ട് റെസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ ഇൻസേർട്ടഡ് ആക്കുന്ന ഒരു ജീനാണ് BT ടോക്സിൻ ജീൻ. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്നാണ്. അപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുള്ള BT ടോക്സിൻ ജീൻ പ്ലാന്റ്സിൽ ഇൻസേർട്ട് ചെയ്യുന്നത് വഴി അതിന് ഇൻസെക്ടിസൈഡ്സ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാകും. ഇൻ എഫക്ട് ക്രിയേറ്റഡ് എ ബയോപെസ്റ്റിസൈഡ്. ബയോപെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്ന അതേ എഫക്റ്റ് ആണ് ഈ ഒരു BT ടോക്സിൻ ജീൻ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റിന് എന്ത് ചെയ്യുക, അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് ഈ ഒരു ബയോപെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്ന ആ ഒരു അതേ എഫക്ട് തന്നെ ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ഹാർംഫുൾനെസ്സോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻവയോൺമെന്റ് പൊല്യൂഷൻ ഒന്നും കോസ് ചെയ്യുന്നില്ല. ഇനി അപ്പം ഇങ്ങനെയുള്ള BT ക്രോപ്സിന് എക്സാമ്പിൾ ആണ്, BT കോട്ടൺ, BT കോൺ, അതുപോലെ തന്നെ റൈസ്, BT ടൊമാറ്റോ, പൊട്ടാറ്റോ ആൻഡ് സോയാബീൻ എക്സെട്ര. ഇങ്ങനെയുള്ള ക്രോപ്സിലും BT ഇൻസേർട്ടഡ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ വെറൈറ്റീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി BT കോട്ടനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തുകൊണ്ടാണ് കോട്ടണിലെ ഇതുപോലെ തന്നെ BT ടോക്സിൻ ജീൻ ഇൻസേർട്ട് ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ്? അതായത് കോട്ടൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കോട്ടൺ. ഓക്കെ, അപ്പം ഈ കോട്ടന്റെ ലോസ് എന്ന് പറയുന്നത് കുറെ അധികം ഫാമേഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം കോട്ടൺ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോഡക്ട്സും കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഫസ്റ്റ് കോട്ടണിലാണ് സ്റ്റഡി ചെയ്തത്. ഈ ചില ബാസിലസ് തുറിഞ്ചിയൻസിസ് സ്ട്രെയിൻസ് ഉണ്ട്, ഇവർ ചില പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി. ആ പ്രോട്ടീൻസിന്റെ ഒരു എബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇൻസെക്ട്സിനെ കിൽ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അതായത് ഇപ്പൊ ഇൻസെക്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ലെപ്പിഡോപ്റ്റിറൻസ്, അതായത് ടുബാക്കോ ബഡ് വേം, ആർമി വേം, പിന്നെ അതുപോലെ തന്നെ കോളിയോപ്റ്റിറൻസ്, ബീറ്റിൽസ് അതൊക്കെ കേട്ടിട്ടുണ്ടാകും. പിന്നെ ഡിപ്റ്റിറൻസ്, ഫ്ലൈസ്, മോസ്കിറ്റോസ്. പിന്നെ അപ്പൊ ആ തരത്തിലുള്ള, അതായത് ഇപ്പം ലെപ്പിഡോപ്റ്റിറൻസ്, കോളിയോപ്റ്റിറൻസ്, ഡിപ്റ്റിറൻസ്, ഈ തരത്തിലുള്ള ഇൻസെക്ട്സിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ടും കില്ല് ചെയ്യുന്നത് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് വെച്ചിട്ട്. ബി തുറിഞ്ചിയൻസിസ്, ബി ഡോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് അതിന്റെ ജീനസ് ആണ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് ഫോംസ് പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഫേസ് ഓഫ് ദെയർ ഗ്രോത്ത്. അതായത് ഈ BT അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയം അവരുടെ ഒരു ഗ്രോത്തിന്റെ ഫേസ്, അവർക്ക് 3 ഫേസ് ഉണ്ട്. അപ്പൊ ഏത് ഒരു പെർട്ടിക്കുലർ ഫേസിലാണ് അവരിങ്ങനെയുള്ള പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത്. ഈ ക്രിസ്റ്റൽസ് അവർക്ക് ടോക്സിക് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻസ് ആണ് ഈ ഒരു പ്രോട്ടീൻസിൽ ഓൾറെഡി ഉള്ളത്. അതായത് ഈ ക്രിസ്റ്റൽസ് ഇവരുടെ ഗ്രോത്തിന്റെ ഒരു പെർട്ടിക്കുലർ ഫേസിൽ വെച്ചിട്ട് ഈ BT അല്ലെങ്കിൽ ഈ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയം പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള പ്രോട്ടീൻ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ആണ്, ടോക്സിക് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ആണ്.
ഇൻസെക്ടിസൈഡൽ ആ ഒരു വേർഡ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻസെക്റ്റിനെ കില്ല് ചെയ്യുന്നതാണ്. അതാണ് ഇൻസെക്ടിസൈഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് വന്നത്. അപ്പൊ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ, ഇപ്പൊ ഇൻസെക്ട്സിനെ കില്ല് ചെയ്യുന്ന പ്രോട്ടീൻ, ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് ആ ഒരു ക്രിസ്റ്റൽസിൽ ഉള്ളത്. Why does this toxin not kill the bacillus? ഇപ്പം ഇൻസെക്ടിസൈഡിനെ, അതായത് നമുക്കറിയാം ബാക്ടീരിയത്തിനേക്കാളും കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് ഫിസിയോളജി ഉള്ളതാണ് ഇൻസെക്ട്സ്. എന്തുകൊണ്ട് ഈ ഇൻസെക്റ്റിനെ കില്ല് ചെയ്യുന്ന ഈ പ്രോട്ടീൻസ് ഈ ഒരു ബാക്ടീരിയയിൽ ഉണ്ടായിട്ടും ആ ബാക്ടീരിയനെ എന്തുകൊണ്ട് അത് കില്ല് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് ആ ടോക്സിൻ കില്ല് ചെയ്യാത്തത്? ഓക്കെ, actually the Bt toxin protein exists as inactive protoxins, but once an ingests the inactive toxin, it is converted into an active form of toxin. Okay, അപ്പം ഇപ്പൊ ഈ BT cotton എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ BT toxin എന്ന് പറയുന്നത് ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനാക്റ്റീവ് ഫോമിലാണ്, അതായത് ആക്റ്റീവ് അല്ല, ഇനാക്റ്റീവ് ഫോമിലാണ്. അതുകൊണ്ടാണ് ഈ ബാസിലസിനെ തന്നെ എന്ത് ചെയ്യാത്തത്, കില്ല് ചെയ്യാത്തത്. അപ്പൊ ആ ഒരു ഇനാക്റ്റീവ് ഫോമിനെ നമുക്ക് വേണമെങ്കിൽ പ്രോടോക്സിൻ എന്ന് പറയാം. അപ്പൊ പ്രോടോക്സിൻ ഇനാക്റ്റീവ് ആണ്. ഇനി എപ്പോഴെങ്കിലും ഒരു ഇൻസെക്ട് ഇതിന്റെ മീതെ വന്നിട്ടുണ്ടെങ്കിൽ, ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഇനാക്റ്റീവ് ടോക്സിൻ എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്തിട്ട് ആക്റ്റീവ് ടോക്സിൻ ആക്കിയിട്ട് മാറ്റും. ഈ ആക്റ്റീവ് ടോക്സിൻ എന്ത് ചെയ്യും? ഈ ഒരു ഇൻസെക്ടിനെ കില്ല് ചെയ്യും. എങ്ങനെയാണ് ഈ ആക്റ്റീവ് ടോക്സിൻ ഈ ഒരു ഇൻസെക്ടിനെ കില്ല് ചെയ്യുന്നത് എന്ന് നോക്കാം. Due to alkaline pH of the gut which solubilize the crystals. അതായത് ക്രിസ്റ്റൽസിന്റെ ഉള്ളിലാണ് ഈ ടോക്സിൻ പ്രോട്ടീൻസ്, ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻസ് ഉള്ളത്, ക്രിസ്റ്റൽസിന്റെ ഉള്ളിലാണ്. ഇൻസെക്ട്സിലെ എന്തുണ്ട്? അവരുടെ ഗട്ടില് ഈ ഒരു ആൽക്കലൈൻ pH ഉണ്ട്. ഓക്കെ, അത് വരുന്ന സമയത്ത് ആ ക്രിസ്റ്റൽസിന് ഈ ഒരു pH എന്ത് ചെയ്യും? സോല്യൂബിലൈസ് ചെയ്യും. അതുപോലെ തന്നെ അപ്പം അവിടെ ക്രിസ്റ്റൽസ് സോല്യൂബിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോടോക്സിൻസ് പുറത്തോട്ട് വരും, ആക്റ്റീവ് ടോക്സിൻസ് ആയിട്ട് മാറും. ആക്ടിവേറ്റഡ് ടോക്സിൻ ബൈൻഡ്സ് ടു ദ സർഫസ് ഓഫ് മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസ്. ഇനി ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സിന് എവിടെയാണ് ബൈൻഡ് ചെയ്യുന്നത്? മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിന്റെ സർഫസിലോട്ടാണ് ഇത് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോസ് ഉണ്ടാകും, അതായത് കുറച്ച് സുഷിരങ്ങൾ ഉണ്ടാകും, പോസ് ഉണ്ടാകും. അങ്ങനെ പോസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെൽ സ്വെല്ലിംഗ് നടക്കും, സെല്ല് വീർക്കും, ലൈസിസ്, സെല്ല് ബ്രേക്ക് ചെയ്യും, ഈവൻച്വലി കോസ് ദ ഡെത്ത് ഓഫ് ഇൻസെക്ട്. അങ്ങനെ തന്നെ ഇൻസെക്ടിന്റെ ഡെത്തും അവിടെ സംഭവിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ബാസിലസ് തുറിഞ്ചിയൻസിന് ഈ ഒരു കപ്പാസിറ്റി ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാസിലസിനെ തന്നെ അത് കില്ല് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അത് പ്രോടോക്സിൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്രിസ്റ്റലിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഇൻസെക്ട് വരുന്ന സമയത്ത് അതിന്റെ ഗട്ടിലുള്ള pH, ആൽക്കലൈൻ pH ഈ ക്രിസ്റ്റൽസിനെ സോല്യൂബിലൈസ് ചെയ്യുന്നു. സോല്യൂബിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോടോക്സിൻ എന്ത് ചെയ്യും? ആക്ടിവേറ്റഡ് ടോക്സിൻ ആയിട്ട് മാറുന്നു. എന്നിട്ട് ഇത് മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിന്റെ സർഫസിലോട്ട് ബൈൻഡ് ചെയ്യുന്നു. ആ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പോസ് ഉണ്ടാകുന്നു. പോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെൽ എന്ത് ചെയ്യും? സ്വെൽ ചെയ്യും, വീർക്കും, അതുപോലെ തന്നെ ലൈസിൻ, ബ്രേക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു ഇൻസെക്ടിന്റെ ഡെത്ത് സംഭവിക്കും. അങ്ങനെയാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ് ഇൻസെക്ടിനെ കില്ല് ചെയ്യുന്നത്, ഓർ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, then specific Bt toxin genes were isolated from Bacillus thuringiensis. അപ്പം സയന്റിസ്റ്റ് ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ സയന്റിസ്റ്റിന് മനസ്സിലായി ഈ ഒരു ജീന് പ്ലാന്റ്സിന് കൊടുക്കാന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെയുള്ള പ്രോട്ടീൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഇൻസെക്ട്സിനെ കില്ല് ചെയ്യും. അപ്പം ഈ ഒരു BT ടോക്സിൻ ജീൻസ് ബാസിലസ് തുറിഞ്ചിയൻസിന് എന്ത് ചെയ്തു? ഐസൊലേറ്റ് ചെയ്തെടുത്തു. ആൻഡ് വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു സെവറൽ ക്രോപ്പ് പ്ലാന്റ്സ് സച്ച് ആസ് കോട്ടൺ. ഇപ്പം കോട്ടണിൽ മാത്രമല്ല, പൊട്ടാറ്റോ, അതുപോലെ ടൊമാറ്റോ, ഇതിലെല്ലാത്തിലും ഈ ഒരു BT ടോക്സിൻ ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്തു, അതായത് ഇൻസർട്ട് ചെയ്തു. The choice of genes depends upon the crop and the targeted pest. ഇപ്പൊ ഏത് ജീനാണ് ഒരു പ്ലാന്റിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്, ആ ഇൻസേർട്ട് ചെയ്യുന്ന, അപ്പൊ ആ പ്ലാന്റ്, ഇപ്പൊ എല്ലാ പ്ലാന്റിനെയും എല്ലാ ഇൻസെക്ട്സ് എന്ത് ചെയ്യില്ല, അറ്റാക്ക് ചെയ്യില്ല. അപ്പം ഇൻസെക്ട്സിന് അവർക്ക് വേണ്ടുന്ന ഫുഡ് ഉള്ള പ്ലാന്റ്സിനെ മാത്രമാണ് അവർ അറ്റാക്ക് ചെയ്യുള്ളൂ. ഏതൊക്കെ ക്രോപ്സിനെ ഏതൊക്കെ പെസ്റ്റ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജീൻസിനെ ഇൻസേർട്ട് ചെയ്യുന്നത്, അതിനെ എടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു
ജീൻസിനെ അവർ സെലക്ട് ചെയ്യുന്നത് സയന്റിസ്റ്റ്. ആസ് മോസ്റ്റ് BT ടോക്സിൻസ് ആർ ഇൻസെക്ട് ഗ്രൂപ്പ് സ്പെസിഫിക്. ഇപ്പൊ BT ടോക്സിൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഇൻസെക്റ്റിനെയാണ് എന്ത് ചെയ്യുള്ളൂ, റെസിസ്റ്റ് ചെയ്യുള്ളൂ. ദ ടോക്സിൻ ഈസ് കോഡഡ് ബൈ എ ജീൻ നെയിം ക്രൈ. അതായത് ഈ ടോക്സിൻ എന്ന് പറയുന്നത് ഇതിലുള്ള ജീൻ അല്ലെങ്കിൽ ഈ ഒരു ടോക്സിനെ കോഡ് ചെയ്യുന്ന ജീൻ, അതിനെ പറയുന്ന പേരാണ് ക്രൈ. ഓക്കെ, ഈ ഒരു ടോക്സിൻ അതായത് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ അത് എൻകോഡ് ചെയ്യുന്ന ജീൻ അല്ലെങ്കിൽ അതിനെ കോഡ് ചെയ്യുന്ന ജീൻ, അതിനെ പറയുന്ന പേരാണ് എന്ത്, ക്രൈ. There are a number of them. For example, the proteins encoded by the gene CRY1AC and CRY2AB control the cotton bollworms. That of CRY1AB controls corn borer. അതായത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഏതൊക്കെ പ്ലാന്റ്സിനെ ഏതൊക്കെ ഇൻസെക്ട്സ് ആണ് അറ്റാക്ക് ചെയ്യുന്നത് അനുസരിച്ചാണ് നമ്മൾ ഈ ടോക്സിൻസ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഈ ടോക്സിൻ ജീൻ പ്രൊഡ്യൂസ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഒരു ജീന് ഏത് ടോക്സിനാണ് കോഡ് ചെയ്യുന്നത്, അതിന്റെ പേരാണ് ക്രൈ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് ടൈപ്പ് ജീൻസിന്റെ പേരുകളാണ് CRY1AC, CRY2AB, CRY1AB. ഇത് ഏതൊക്കെ ഇൻസെക്ട്സിനെതിരായിട്ടാണ് ആക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. CRY1AC, CRY2AB എന്ത് ചെയ്യുന്നു, കോട്ടൺ ബോൾ വേംസ്, ആ വേംസിനെതിരായിട്ടാണ് ഇവർ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. CRY1AB അത് ആക്ട് ചെയ്യുന്നത് എന്തിനെതിരായിട്ടാണ്, കോൺ ബോറേഴ്സിന് എതിരായിട്ടാണ്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യലാണ് CRY1AB പ്രത്യേകത. ഇനിയിപ്പോ ഈ പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം. കോട്ടൺ ബോൾ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഭാഗത്ത് ഡിസ്ട്രോയിഡ് ബൈ ബോൾ വർംസ്. എ എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നത് ആരാണ്, ഇതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളത് ആരാണ്, ബോൾ വർംസ് ആണ്. ഇനി ബി എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ഡിസ്ട്രോയ്, ഇത് ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള കോട്ടൺ ബോൾ ആണ്. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള കോട്ടൺ ബോൾ ആണ്. ബട്ട് എ എന്ന് പറയുന്നത് എന്താണ്, ബോൾ വർംസ് ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള ഒരു ബണ്ടിലാണ്. അപ്പൊ അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ മെച്ചുവേർഡ് ആയിട്ടുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതുപോലെ കോൺബോളേഴ്സ് അല്ലെങ്കിൽ ബോൾ വർംസ് ഒക്കെ അറ്റാക്ക് ചെയ്തിട്ടുള്ളതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ഈൽഡ് കിട്ടില്ല. അതുപോലെ തന്നെ മാർക്കറ്റിൽ അതിന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഡിസീസ്ഡ് ആയിട്ടുള്ളതും ഡിസീസ്ഡ് അല്ലാത്ത നോർമൽ ആയിട്ടുള്ള കോട്ടൺ ബോളും ഡിസീസ്ഡ് ആയിട്ടുള്ള കോട്ടൺ ബോളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇനി പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്. പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സെവറൽ നെമറ്റോഡ് പാരാസൈറ്റ്സ്. A wide variety of plants and animals include human beings. അതായത് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ഇപ്പം കുറെ നെമറ്റോഡ് പാരാസൈറ്റ്സ് ഒക്കെ ഈ പ്ലാന്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില നെമറ്റോഡ്സ് ആനിമൽസിനും എഫക്ട് ചെയ്യുന്നുണ്ട്, അതായത് ഹ്യൂമൻ ബീങ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നെമറ്റോഡിന്റെ പേരാണ് മെലോയിഡിഗ്നി ഇൻകോഗ്നീഷ്യ. മെലോയിഡിഗ്നി ഇൻകോഗ്നീഷ്യ. ഇത് ഇൻഫെക്ട് ചെയ്യുന്നത് ടൊബാക്കോ പ്ലാന്റ്സിന്റെ റൂട്ട്സിലാണ്. അവിടെ ഒരു സ്പെസിഫിസിറ്റി ഉണ്ട്, അതായത് ടൊബാക്കോ പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ മാത്രമാണ് ഇവർ ഇൻഫെക്ട് ചെയ്യുള്ളൂ. ഈ ഇൻകോഗ്നീഷ്യ എന്നിട്ട് എന്ത് കോസ് ചെയ്യും, ഈൽഡ് അതിന്റെ റിഡക്ഷൻ ഉണ്ടാക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ വരുന്ന ഒരു നോവൽ സ്ട്രാറ്റജി, അതായത് ഇപ്പൊ ഈ ഒരു ഇൻകോഗ്നീഷ്യ അത് ഇൻഫെസ്റ്റ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു നോവൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ് RNA ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു മെലോയിഡിഗ്നി ഇൻകോഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെമറ്റോഡ് അവരെ എഫക്ട് ചെയ്യുന്നത് ടൊബാക്കോ പ്ലാന്റ്സിന്റെ റൂട്ട്സിലാണ്. അതുകൊണ്ട് ടൊബാക്കോ പ്ലാന്റ്സ് നമുക്കറിയാം, നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ടത് റൂട്ട്സിൽ നിന്നുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പൊ അതിന്റെ ഈൽഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വലിയൊരു ലോസ് ആണ് വരുന്നത് ഫാമേഴ്സിന്. അപ്പം അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് RNA ഇന്റർഫെറൻസ് ആണ്. അതായത് RNA I, ആ I ഡിനോട്ട് ചെയ്യുന്നത് ഇന്റർഫെറൻസിനെയാണ്.
RNAi takes place in all eukaryotic organisms as a method of cellular defense. ഈ RNA interference എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് ഓൾമോസ്റ്റ് എല്ലാ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിലും നടക്കുന്നുണ്ട്. സെൽ ഡിഫെൻസ് ആയിട്ട് നടക്കുന്നുണ്ട്. This method involves silencing of a specific mRNA due to a complementary dsRNA molecule that binds to and prevents translation of that mRNA. അതായത് ഇപ്പം ഈ ഒരു മെത്തേഡിൽ നടക്കുന്ന ഒരു കാര്യം, ആദ്യം ഇവര് സ്പെസിഫിക് mRNAs സൈലൻസ് ചെയ്യും. ഓക്കെ, സ്പെസിഫിക് mRNA സൈലൻസ് ചെയ്യും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സ്പെസിഫിക് mRNA സൈലൻസ് ചെയ്യുന്നത്? അവിടെ കോംപ്ലിമെന്ററി dsRNA മോളിക്യൂൾസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു mRNA ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബൈൻഡ് ചെയ്യുന്നത് വഴി ഈ mRNA എന്ത് ചെയ്യും? സൈലൻസ് ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ട്രാൻസ്ലേഷനും നടക്കില്ല. അതിന് ട്രാൻസ്ലേഷൻ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ dsRNA എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ mRNA എന്ന് പറയുന്നത് എന്താണ്? മെസഞ്ചർ RNAs ആണ്. എന്താണ് dsRNA? dsRNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് RNAs ആണ്. ഓക്കെ, അപ്പം ഈ mRNA എന്ത് ചെയ്യും? dsRNAs വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് mRNA സൈലൻസ് ചെയ്യും. അതായത് ഇവരുടെ ട്രാൻസ്ലേഷൻ പിന്നെ നടക്കില്ല. Okay, the source of this complementary RNA could be from an infection by virus having RNA genomes or mobile genetic elements like transposons. അതായത് ഇപ്പൊ ഈ ഒരു RNA കോംപ്ലിമെന്ററി dsRNA വേണം നമ്മൾ പറഞ്ഞു ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് mRNA. അപ്പൊ എങ്ങനെയാണ് ഈ dsRNA കിട്ടുന്നത്? അതായത് ഇപ്പൊ dsRNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അതൊരിക്കലും ഇപ്പൊ ആനിമൽസിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ dsRNA ആയിട്ടുള്ള വൈറസസ് ആണ് ഈ RNAs പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വൈറസിലാണ് ഈ ഒരു RNA ഉള്ളത്, dsRNAs. അപ്പൊ ഇവരുടെ ഈ വൈറസ് വന്ന് ഇൻഫെക്ട് ചെയ്യുന്ന സമയത്താണ് കോംപ്ലിമെന്ററി dsRNA ആർക്ക് കിട്ടുന്നത്? പ്ലാന്റ്സിനെങ്ങാനും കിട്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മൊബൈൽ ജനറ്റിക് എലമെന്റ്സ് ട്രാൻസ്പോസോൺസ് വഴിയായിരിക്കും ഈ ഒരു dsRNA കിട്ടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് dsRNA അവിടെ വരുന്നത്. അത് എന്ത് ചെയ്യും? mRNA ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവിടെ mRNAയുടെ സൈലൻസിങ്ങും നടക്കും. അതുപോലെ തന്നെ mRNA ട്രാൻസ്ലേറ്റ് ചെയ്യൂല, ട്രാൻസ്ലേഷനും അവിടെ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അവിടെ RNA ഇന്റർഫറൻസ് നടക്കുന്നത്. ഈ RNA ഇന്റർഫറൻസ് എന്തിനാ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇൻകോഗ്നീഷ, ഇപ്പൊ മെലോയിഡിഗ്നെ ഇൻകോഗ്നീഷ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയം നെമറ്റോഡ് ടൊബാക്കോ പ്ലാന്റ്സിന്റെ റൂട്ട്സിനെ ഇൻഫെക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ yield കുറയും. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് RNA ഇന്റർഫറൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ RNA ഇന്റർഫറൻസ് നടക്കുക? ഓൾറെഡി dsRNA വൈറസസ് എന്ത് ചെയ്യും? ഇതിനോട് ഇൻഫെക്റ്റഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ dsRNA അവർക്ക് കിട്ടും. ആ dsRNA പോയിട്ട് mRNA ബൈൻഡ് ചെയ്യും. അപ്പൊ ആ mRNAയുടെ സൈലൻസിങ് അവിടെ നടക്കും. അതുപോലെ തന്നെ അവരുടെ ട്രാൻസ്ലേഷൻ അവിടെ പ്രിവെന്റ് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ യൂസിങ് agrobacterium vectors, nematode specific genes were introduced into host plants. agrobacterium vectors യൂസ് ചെയ്തിട്ട് nematode specific genes എന്ത് ചെയ്യുന്നു? ഹോസ്റ്റ് പ്ലാന്റ്സിലോട്ട് എന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് ചെയ്യുന്നു nematode specific genes. The introduction of DNA was such that it produced both sense and antisense RNA. അപ്പം ഇങ്ങനെ nematode specific genes ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ സെൻസ് RNAസും ആന്റിസെൻസ് RNAസും ഹോസ്റ്റ് സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. These two RNAs being complementary to each other, forming a double stranded that initiated RNAi. അതായത് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ഇത് രണ്ടും ഫോം ചെയ്യുന്നത് വഴി അവിടെ dsRNA എന്ത് ചെയ്യുന്നു? ക്രിയേറ്റഡ് ആകുന്നു. ആ ഒരു dsRNA ആണ് mRNAയുടെ മുകളിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്? mRNA സൈലൻസ് ചെയ്യുന്നത്, അതിന്റെ ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഈ ഒരു dsRNA ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ RNAi or RNA ഇന്റർഫറൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പൊ നെമറ്റോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ടൊബാക്കോ പ്ലാന്റ്സിന്റെ റൂട്ടിൽ ഇഫക്ട് ചെയ്യുന്നുണ്ട്. മെലോയിഡിഗ്നെ ഇൻകോഗ്നീഷ എന്ന് പറഞ്ഞിട്ടുള്ള നെമറ്റോഡ്സ് ഒക്കെ. അപ്പം അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോസസ് ആണ് RNA ഇന്റർഫറൻസ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? dsRNAs ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ dsRNA വന്നത്? നമ്മൾ agrobacterium vectors വഴി നെമറ്റോഡ് സ്പെസിഫിക് ജീൻസിനെ ഹോസ്റ്റ് പ്ലാന്റിലോട്ട് കൊടുക്കുകയാണ്.
അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ രണ്ട് സെൻസ് RNAസും ആന്റിസെൻസ് RNAസും ക്രിയേറ്റഡ് ആകുന്നു. ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഡബിൾ സ്റ്റാൻഡേർഡ് dsRNAs ഫോം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് അവിടെ എന്തുണ്ടാകുന്നത്? RNA ഇന്റർഫറൻസ് ഇനീഷ്യേറ്റഡ് ആകുന്നത്. അപ്പൊ ഈ RNA ഇന്റർഫറൻസ് ഇനീഷ്യേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ dsRNA പോയിട്ട് mRNA ബൈൻഡ് ചെയ്യും, അതിനെ സൈലൻസ് ചെയ്യും, അതിന്റെ ട്രാൻസ്ലേഷനെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു ഇൻകോഗ്നീഷനെ എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ടൊബാക്കോ പ്ലാന്റ്സിന് കഴിയും. The consequences was that the parasite could not survive in a transgenic host. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പം DSR ഇപ്പം നിമറ്റോഡ് സ്പെസിഫിക് ജീൻസിനെ കൊടുക്കുന്ന സമയത്ത് അത് ഒരു ട്രാൻസ്ജനിക് ആയിട്ടൊരു ഹോസ്റ്റ് ആയിട്ട് മാറി. അവിടെ ഒരിക്കലും ഒരു പാരാസൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇന്റർഫെറിങ് RNA എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു നെമറ്റോഡിന് അല്ലെങ്കിൽ ആ ഒരു പാരാസൈറ്റിന് ഈ ഒരു ട്രാൻസ്ജനിക് ഹോസ്റ്റിന്റെ മുകളിൽ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല, അതിനെ എഫക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ദ ട്രാൻസ്ജനിക് പ്ലാന്റ് therefore got itself protected from parasite. അങ്ങനെ ഈ ഒരു ട്രാൻസ്ജനിക് പ്ലാന്റിന് ഈ ഒരു പാരാസൈറ്റിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അതിന്റെ എനിമി ആയിരുന്ന ആ ഒരു നെമറ്റോഡ് അല്ലെങ്കിൽ പാരാസൈറ്റ് എന്ന് പറയുന്നത്, അതിൽ നിന്നും ഈ ഒരു പ്ലാന്റിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അപ്പം നമ്മൾ RNA ഇന്റർഫറൻസ് യൂസ് ചെയ്തിട്ടും ക്രോപ്സ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ക്രോപ്സിന്റെ അഡ്വാൻസ്മെന്റ് ഇപ്പം നെമറ്റോഡ്സ് ആയാലും എന്തായാലും അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പാരാസൈറ്റിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളതിനെയാണ് ട്രാൻസ്ജനിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു പിക്ചർ നോക്കാം. പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് ഹോസ്റ്റ് പ്ലാന്റ് ജനറേറ്റഡ് dsRNA triggers protection against nematode infestation. എ എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചർ കാണിക്കുന്നത് റൂട്ട്സ് ഓഫ് എ ടിപ്പിക്കൽ കൺട്രോൾ പ്ലാന്റ്സ്. ഇനി ബി എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചർ കാണിക്കുന്നത് ട്രാൻസ്ജനിക് പ്ലാന്റ് root 5 days after deliberate infection of nematode but protected through novel mechanisms. ഓക്കെ, അതായത് ബി കാണിക്കുന്നത് ട്രാൻസ്ജനിക് പ്ലാന്റിന്റെ റൂട്ട്സ് ആണ് 5 days after the infection of nematode but protected through the novel mechanism called RNA interference. ഓക്കെ, എ കാണിക്കുന്നത് റൂട്ട്സ് ഓഫ് ടിപ്പിക്കൽ കൺട്രോൾ പ്ലാന്റ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ടുബാക്കോ പ്ലാന്റ്സിന്റെ കേസ് പറഞ്ഞു, അപ്പം പിന്നെ കോട്ടന്റെ കേസ് പറഞ്ഞു, BT കോട്ടൺ, ടുബാക്കോന്റെയും പറഞ്ഞു. അപ്പം ഇത് രണ്ടുമാണ് അഗ്രികൾച്ചറിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ക്രോപ്പ് വെറൈറ്റീസ്, GM ക്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല ടൊമാറ്റോസ്, പൊട്ടാറ്റോസ്, സോയാബീൻസ് ഇതിനെയെല്ലാം GM ക്രോപ്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് ബയോടെക്നോളജിയുടെ ഒരു പ്രത്യേകത. അതായത് ഇപ്പോൾ ഒരു പ്ലാന്റിന് എന്തെങ്കിലും ഡിസീസും കാര്യങ്ങളും കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിനെ ഡാമേജ് ചെയ്യുന്ന ആൾക്കാർ വരുന്ന സമയത്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോടെക്നോളജി ഫീൽഡിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ആണ് എന്ത്? ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള BT കോട്ടൺ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ട്രാൻസ്ജനിക് ടൊബാക്കോ പ്ലാന്റ് കണ്ടു. അതെല്ലാമാണ് അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഈൽഡ് കൂട്ടാൻ വേണ്ടി ബയോടെക്നോളജി ഫീൽഡിൽ അല്ലെങ്കിൽ ബയോടെക്നോളജി കൊടുത്തിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ്. ഇനി ഇപ്പൊ ബയോടെക്നോളജി അഗ്രികൾച്ചറിൽ മാത്രമല്ല ആപ്ലിക്കേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്, മെഡിസിൻ ഫീൽഡിലും കുറെ ആപ്ലിക്കേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ഫീൽഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെഡിസിൻ ഫീൽഡിൽ കൊണ്ടുവന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ആർക്കെങ്കിലും കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റും മെഡിക്കൽ ഫീൽഡിൽ വന്നിട്ടുള്ള ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ്? എന്തെങ്കിലും ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് പറയാൻ വേണ്ടി പറ്റും? അതായത് ഇപ്പം റീകോംബിനന്റ് DNA ടെക്നോളജിയുടെ പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് വഴി അതെന്ത് എനാബിൾ ചെയ്യുന്നുണ്ട്? മാസ് പ്രൊഡക്ഷൻ ഓഫ് സേഫ് ആൻഡ് മോർ ഇഫക്റ്റീവ് തെറാപ്യൂട്ടിക് ഡ്രഗ്സ്. അതായത് ഇപ്പൊ തെറാപ്യൂട്ടിക് ഡ്രഗ്സ് അത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് അതിന്റെ മാസ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബയോടെക്നോളജി എനാബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ recombinant therapeutics do not induce unwanted immunological responses as is commonly caused of similar products isolated from non-human sources.
അതായത് നോൺ ഹ്യൂമൻ സോഴ്സസ് എടുക്കുന്ന സമയത്ത് ചില പ്രോഡക്ട്സ് ഒക്കെയും എന്താണ് ചില ഇപ്പം എഫക്ട്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ബട്ട് റിക്കോംബിനന്റ് തെറാപ്യൂട്ടിക്സിന്റെ കേസിൽ അതൊരിക്കലും അൺവാണ്ടഡ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ റെസ്പോൺസസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. ഈ റിക്കോംബിനന്റ് തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്നത് ബയോടെക്നോളജി ഫീൽഡ് യൂസ് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്തെടുത്തിട്ടുള്ള തെറാപ്യൂട്ടിക്സ് ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ എന്ത് ഉണ്ടാകുന്നില്ല, അൺവാണ്ടഡ് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസും കാര്യങ്ങളൊന്നും അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. At present, about 30 recombinant therapeutics have been approved for human use. ഇപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ച് ഒരു 30 റിക്കോംബിനന്റ് തെറാപ്യൂട്ടിക്സ്, അതായത് ബയോടെക്നോളജി ഫീൽഡ് യൂസ് ചെയ്തിട്ട് ഒരു 30 റിക്കോംബിനന്റ് തെറാപ്യൂട്ടിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യാൻ ഹ്യൂമൻസിന് യൂസ് ചെയ്യാനുള്ള അപ്രൂവലും കിട്ടിയിട്ടുണ്ട്. ഈ ഇപ്പൊ തെറാപ്യൂട്ടിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിനിക്കൽ ട്രയൽസും അതുപോലെ തന്നെ കുറെ ടെസ്റ്റിങ്ങും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, ഹ്യൂമൻസിന്റെ യൂസിന് വേണ്ടി കൊടുക്കുള്ളൂ. അപ്പം 30 റിക്കോംബിനന്റ് തെറാപ്യൂട്ടിക്സ് എന്തുണ്ട് നിലവിൽ ഇപ്പൊ ബയോടെക്നോളജി ഫീൽഡ് ഇംപ്രൂവ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഹ്യൂമൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ഇന്ത്യ 12 ഓഫ് ദീസ് ആർ പ്രസന്റ്ലി ബീങ് മാർക്കറ്റഡ്. ബട്ട് ഇന്ത്യയിൽ 12 മാത്രമാണ്, 12 റിക്കോംബിനന്റ് തെറാപ്യൂട്ടിക്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, മാർക്കറ്റിൽ വിറ്റഴിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇപ്പോഴും ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പം ഈ ഒരു മെഡിസിൻ ഫീൽഡിലുള്ള ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ. എങ്ങനെ, ഇപ്പം നമുക്കറിയാം ഡയബറ്റിസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു മെയിൻ കില്ലറാണ്. ഡയബറ്റിസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഡയബറ്റിസ് കുറച്ച് അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഗ്സ് അതുപോലെ ഹാൻഡ്സ് അതെല്ലാം ആംപ്യൂട്ടേറ്റ് ചെയ്ത് കളയേണ്ട അവസ്ഥകളൊക്കെയും വരാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ വീടിനടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള പേഷ്യൻസിനെ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡയബറ്റിസ് പേഷ്യൻസിനൊക്കെയും കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഡയബറ്റിസ് എന്ന് പറയുന്നത് ക്യാൻസർ പോലെ തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സീരിയസ് ഡിസീസ് ആണ് ഡയബറ്റിസ്. ഇനി ഡയബറ്റിസിനെ മാനേജ് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. So management of adult onset diabetes is possible by taking insulin at regular time intervals. So adults മാത്രമല്ല ഇപ്പം ഇൻബോൺ ആയിട്ടുള്ള ഇൻഫാൻസിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ് ആ ഒരു സമയത്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ടേക്ക് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഇൻസുലിൻ ടേക്ക് ചെയ്യുന്നത്? ഇൻസുലിൻ ഇൻജെക്ഷൻസ് ആണ് റെഗുലർ ടൈം ഇന്റർവെല്ലിൽ നമ്മൾ ടേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻസുലിൻ ആണ് എടുക്കേണ്ടത്. വാട്ട് വുഡ് എ ഡയബറ്റിക് പേഷ്യന്റ് ഡു ഇഫ് ഇനഫ് ഹ്യൂമൻ ഇൻസുലിൻ വാസ് നോട്ട് അവൈലബിൾ? എന്താണ് ഒരാൾ ചെയ്യുക? ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആളാണ്, ആൾക്ക് ഇനഫ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസുലിൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുക? അതായത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസുലിനെ വേറെ ആനിമൽസിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ഐസോലേറ്റ് ചെയ്യാനും വേറെ ആനിമൽസിന്റെ ഇൻസുലിൻ ഐസോലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും നമ്മൾ ഹ്യൂമൻസിന്. Would the insulin isolated from other animals be just as effective as that secreted by the human body? അതായത് നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ ഓൾറെഡി ഉള്ള ഇൻസുലിൻ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ഓർഗാനിസത്തിൽ നിന്ന് ഐസോലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഇൻസുലിൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആണോ? നമ്മൾ ഹ്യൂമൻസിലുള്ള ഇൻസുലിൻ്റെ അത്രയും ഇഫക്റ്റീവ് ആണോ? Would it not elicit an immune response in the human body? അതായത് ഇപ്പൊ നമ്മൾ മറ്റുള്ള ആനിമൽസിൽ നിന്നും എടുക്കുന്ന ഇൻസുലിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തെങ്കിലും ഇമ്മ്യൂൺ റെസ്പോൺസിൽ എന്തെങ്കിലും ഇഫക്ട്സും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ടോ? അതായത് ഇമാജിൻ if a bacterium were available that could make human insulin. അതായത് ഇപ്പം വേറൊരു ഓർഗാനിസത്തിൽ നിന്നും അല്ലാതെ ബാക്ടീരിയാസ് നമുക്ക് ഓൾറെഡി ഒരുപാട് അവൈലബിൾ ആണ്, അത് വെച്ച് ഹ്യൂമൻ ഇൻസുലിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Suddenly the whole process becomes so simple. You can easily grow a large quantity of bacteria and make as much insulin as you need. അതായത് ഇപ്പൊ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ബാക്ടീരിയനെ ഈസിലി ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് ഗ്രോത്ത് മീഡിയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ബാക്ടീരിയാസിന് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒപ്റ്റിമം കണ്ടീഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി.
അപ്പൊ ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയാസിനെ ഗ്രോ ചെയ്യുന്ന സമയത്ത് അതിലോട്ട് എന്ത് ചെയ്യാ, ഈ ഒരു ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻസ് ഇൻസേർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നത് കൂടി തന്നെ അവിടെ ഇൻസുലിൻസും എന്ത് ചെയ്യും, ഇനഫ് ആയിട്ട് സിന്തസൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. Think about whether insulin can be orally administered to diabetic people or not. Why? എന്തുകൊണ്ടാണ് ഇപ്പൊ ഇൻസുലിൻസ് എപ്പോഴും നമ്മൾ ഇഞ്ചക്ഷൻസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് പേഷ്യൻസിൽ. എന്തുകൊണ്ടാണ് ഓറലി അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണെന്ന് അത് ചിന്തിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഡ്രഗ്സ് അല്ലാതെ വാക്സിൻസ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇൻസുലിൻസ് അവർക്ക് കൊടുക്കുന്നത്? നമുക്ക് നോക്കാം. Insulin used for diabetes was earlier extracted from pancreas of slaughtered cattle and pigs. ഇതിനു മുമ്പ് ഡയബറ്റിക് പേഷ്യൻസ് യൂസ് ചെയ്തിരുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് അത് ഏർലിയർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരുന്നത് സ്ലോട്ടേർഡ് കാറ്റിൽസിന്റെയും പിഗ്സിന്റെയും പാൻക്രിയാസ് എന്നാണ്. സ്ലോട്ടേർഡ് കാറ്റിൽസിന്റെയും പിഗ്സിന്റെയും പാൻക്രിയാസ് എന്നാണ് ഈ ഇൻസുലിൻ ഡയബറ്റിസിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരുന്നത്. ഇൻസുലിൻ ഫ്രം ആൻ ആനിമൽ സോഴ്സ് though caused some patients to develop allergy or other type of reactions to the foreign protein. അതായത് എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള ഇൻസുലിൻ വെച്ച് നോക്കുമ്പോൾ പുറത്തു നിന്നും വരുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വേറൊരു ഫോറിൻ പാർട്ടിക്കിൾ ആണ്, അല്ലെങ്കിൽ ഫോറിൻ പ്രോട്ടീൻ ആണ്. അപ്പൊ നമ്മുടെ ബോഡി അതിനെതിരായിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് വരുന്ന സമയത്ത് നമുക്ക് ഫീവർ ഉണ്ടാകും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മൈക്രോബ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഗ്രോത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതൊരു ഫോറിൻ പാർട്ടിക്കിൾ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താലും നമ്മുടെ ബോഡി അതിനെതിരായിട്ട് റിയാക്ട് ചെയ്യും. അപ്പം ഈ ഇൻസുലിൻ നമ്മൾ ഈ സ്ലോട്ടേർഡ് കാറ്റിൽ പിഗ്സ് നിന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ ആ ഒരു ഇൻസുലിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതിനെതിരായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ അലർജി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇൻസുലിൻ കൺസിസ്റ്റ് ഓഫ് 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ്. ഇൻസുലിൻ എപ്പോഴും 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണുള്ളത്. ഒന്ന് ചെയിൻ എയും ഒന്ന് ചെയിൻ ബിയും. ദേ ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്. ഇപ്പൊ ഇവര് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളത് ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്, അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ചെയിൻ എയും ചെയിൻ ബിയും. In mammals, including humans, insulin is synthesized as a prohormone. Mammals, അതുപോലെ തന്നെ ഹ്യൂമൻസ്, അവരുടെയൊക്കെ കേസിൽ പ്രോ ഹോർമോൺ ആയിട്ടാണ് ഇൻസുലിൻ എന്ത് ചെയ്യുന്നത്, സിന്തസൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോ എൻസൈമോ പ്രോ ഹോർമോണോ അങ്ങനെയൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്നത്. which contains an extra stretch called C-peptide. ഇതില് ഓൾറെഡി ഒരു എക്സ്ട്രാ സ്ട്രെച്ച് ഉണ്ട്, അതിനെയാണ് C-peptide എന്ന് പറയുന്നത്. This peptide is not present in the mature insulin and is removed during maturation into insulin. അപ്പം ഈ ഒരു എക്സ്ട്രാ സ്ട്രെച്ച്, അതായത് ഈ ഒരു C-peptide എന്ന് പറയുന്നത് മെച്ചുർ ഇൻസുലിൻസിൽ കാണില്ല. അത് മെച്ചുറേഷന്റെ സമയത്ത് റിമൂവ് ആയി പോകും. The main challenge for production of insulin using rDNA techniques was getting insulin assembled into a mature form. അതായത് ഈ rDNA ടെക്നിക്സ് യൂസ് ചെയ്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് ഇൻസുലിൻ മെച്ചർ ഫോം ആകുന്നതിന് മുമ്പ് തന്നെ അസംബിൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇൻ 1983 എലി ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കമ്പനിയാണ് 2 DNA സീക്വൻസ്, അതായത് ഈ എക്കും ബിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 DNA സീക്വൻസ് പ്രിപ്പയർ ചെയ്തെടുത്തത്. ഓക്കെ, ഈ എ ചെയിനും ബി ചെയിനും, അതായത് ഹ്യൂമൻ ഇൻസുലിന്റെ എ ചെയിനും ബി ചെയിനും എതിരായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 DNA സീക്വൻസ് ഈ എലി ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കമ്പനിയാണ് പ്രിപ്പയർ ചെയ്തെടുത്തത്. എന്നിട്ട് അത് എന്ത് ചെയ്തു, ഈ കൊളൈ അതിന്റെ പ്ലാസ്മിഡ്സിന് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അവരെന്തുണ്ടാക്കി, ഇൻസുലിൻ ചെയിൻസ് ഉണ്ടാക്കി, ഈ ബാക്ടീരിയം ഇൻസുലിൻ ചെയിൻസ് ഉണ്ടാക്കി. ഓക്കെ, ദെൻ ഈ ചെയിൻ എയും ബിയും ഈ കൊളൈസ് പ്രൊഡ്യൂസ് ചെയ്ത ഈ ചെയിൻ എയും ബിയും എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഡൈസൾഫൈഡ് ബോണ്ട്സ് വെച്ച് കമ്പൈൻ ചെയ്തു. അങ്ങനെ എന്തുണ്ടാക്കി, ഒരു ഹ്യൂമൻ ഇൻസുലിൻ ഫോം ചെയ്തു, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് തുടക്കം മുതലേ ഒന്നും കൂടി പറയാം. അപ്പൊ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് പ്രോ ഇൻസുലിൻ ആണ് ഓൾറെഡി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുക, ചെയിൻ എയും ചെയിൻ ബിയും. പ്രോ ഇൻസുലിന്റെ ഒരു പ്രത്യേകത, ഒരു എക്സ്ട്രാ സ്ട്രക്ചർ കൂടി ഉണ്ടാകും,
സി പെപ്റ്റൈഡ്. അപ്പൊ ഈ സി പെപ്റ്റൈഡ് മെച്ചുറേഷന്റെ സമയത്ത് ഇവരെന്ത് ചെയ്യും, റിമൂവ് ആവും. അപ്പൊ പിന്നെ ആ ഒരു സി പെപ്റ്റൈഡ് ഉണ്ടാകില്ല. പിന്നെ ഈ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, ഡൈസൾഫൈഡ് ബോൺസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവര് മെച്ചുറേഷന്റെ സമയത്ത് ആ സി പെപ്റ്റൈഡ് എന്തായി, ഫ്രീ ആയി. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ പ്രോ ഇൻസുലിൻ ഇൻസുലിൻ ആകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ സി പെപ്റ്റൈഡ് എന്ത് ചെയ്തു, അവിടെ നിന്നും ഡിറ്റാച്ച് ചെയ്ത് പോയി. അങ്ങനെയാണ് അവിടെ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാകുന്നത്. ഇനി എലി ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കമ്പനിയാണ് ഫങ്ഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവര് നമ്മൾ ഓൾറെഡി പറഞ്ഞ ചെയിൻ ബിയും ചെയിൻ എയും ഉണ്ട് ഹ്യൂമൻ ഇൻസുലിന്. രണ്ടും കൂടി ഡൈസൾഫൈഡ് ബോൺസ് വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഈ ചെയിൻ എയും ചെയിൻ ബിയും ഹ്യൂമൻ ഇൻസുലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DNA സീക്വൻസസ് ഇവർ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തു. ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ചെയിൻസ് എന്തിലോട്ട് ഇൻസെർട്ട് ചെയ്തു, ഇപ്പൊ ഈ നമുക്കറിയാം റീകോംബിനന്റ് DNA ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പ്ലാസ്മിഡ്സ് ആയിട്ട് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ പ്ലാസ്മിഡ്സ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ആ റീകോംബിനന്റ് DNA എന്ത് ചെയ്തു, ഈ കൊളായിലോട്ട് കൊടുത്തു, ബാക്ടീരിയലിലോട്ട് കൊടുത്തു, ബാക്ടീരിയത്തിൽ. എന്നിട്ട് ഈ ബാക്ടീരിയ എന്ത് ചെയ്തു, അവിടെ ഈ ജീൻ എക്സ്പ്രസ്ഡ് ആയി ഇൻസുലിൻ ആണ് ഇവിടുത്തെ പ്രോട്ടീൻ, അതെന്ത് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. എന്ത്, ആര്, ഈ ഒരു ഈക്കോളൈ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചെയിൻ എയും ചെയിൻ ബിയും എന്തുണ്ടായി, അവിടുന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വീണ്ടും ഡൈസൾഫൈഡ് ബോൺസ് വെച്ചിട്ട് എന്ത് ചെയ്തു, അവർ കമ്പൈൻ ചെയ്തു. അങ്ങനെയാണ് അവർ എന്ത് ചെയ്തത്, ഹ്യൂമൻ ഇൻസുലിൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ആദ്യമായിട്ട് ഹ്യൂമൻ ഇൻസുലിൻ പ്രിപ്പയർ ചെയ്തത് അല്ലെങ്കിൽ അതിനെ ഇൻവെന്റ് ചെയ്തത് ആരാണ്, എലി ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കമ്പനിയാണ്. അവർ യൂസ് ചെയ്തത് ഈക്കോളൈ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയത്തിനെയാണ്. ചെയിൻ എയും ചെയിൻ ബിക്കും എതിരായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള DNA സീക്വൻസ് ഇവർ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ഈ ഒരു പ്ലാസ്മിഡ് ഈക്കോളൈയുടെ പ്ലാസ്മിഡ് ആയിട്ട് കമ്പൈൻ ചെയ്തു. എന്നിട്ട് അതിനെ ഈക്കോളൈയിലോട്ട് ഇൻസേർട്ടഡ് ആക്കി അവരെ ഈക്കോളൈസിനെ എന്ത് ചെയ്തു, ഗ്രോ ചെയ്യിപ്പിച്ചു, ഒപ്റ്റിമം കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട്. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഈ റീകോംബിനന്റ് DNA എന്തുണ്ടാക്കി, എക്സ്പ്രസ് ചെയ്തു. എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവര് ഇൻസുലിൻസ് ക്രിയേറ്റ് ചെയ്തത്. ആ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ചെയിൻ എയും ചെയിൻ ബിയും ആയിരുന്നു. അതിന് ഡൈസൾഫൈഡ് ബോൺസ് വെച്ചിട്ട് ചെയ്തപ്പോൾ ഹ്യൂമൻ ഇൻസുലിൻസ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഹ്യൂമൻ ഇൻസുലിൻസ് ഉണ്ടായത് ഫസ്റ്റ് ആയിട്ട്. അപ്പം ഈ ഹ്യൂമൻ ഇൻസുലിൻ ആണ് മെയിൻ ആയിട്ട് ഈ മെഡിസിൻ ഫീൽഡിലുള്ള ബയോടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജീൻ തെറാപ്പിയാണ്. ജീൻ തെറാപ്പി അതായത് ഇപ്പം ചില ഇപ്പോ ഹ്യൂമൻസിന്റെ കേസ് പറയുമ്പോൾ ചില ഡിസീസ് ഒക്കെ ഹെറിഡിറ്ററി ഡിസീസസ് ആണ്. ഈ ഹെറിഡിറ്ററി ഡിസീസസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഡ്രഗ്സ് യൂസ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റില്ല. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റോ ഒന്നും തന്നെ ഇല്ല. അത് അവരുടെ ജീനിലുള്ള ചില ചേഞ്ചസ് കാരണമാണ് ഇങ്ങനെയുള്ള ഹെറിഡിറ്ററി ഡിസീസസ് ഉണ്ടാകുന്നത്. അത് ഇൻബോൺ ഡിസീസസ് ആണ്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള തെറാപ്പീസ് യൂസ് ചെയ്തിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് കണ്ടുപിടിച്ചതാണ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി is a collection of methods that allows correction of a gene defect that has been diagnosed in a child or embryo. ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഒരു എംബ്രിയോ ആ ഒരു സമയത്താണ് ഹെറിഡിറ്ററി ഡിസീസസ് ഡയഗ്നോസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു തെറാപ്പിയാണ് എന്ത്, ജീൻ തെറാപ്പി. Here genes are inserted into a person's cell. ആ പേഴ്സന്റെ സെല്ലിലോട്ട് ജീൻസ് ഇൻസേർട്ട് ചെയ്യുന്നു. ആൻഡ് ടിഷ്യൂസ് ഇപ്പൊ സെൽസിലോട്ട് അല്ലെങ്കിൽ ടിഷ്യൂസിലോട്ടായിരിക്കും ഈ ഒരു ജീൻസ് ഇൻസേർട്ട് ചെയ്യുന്നത് ടു ട്രീറ്റ് a disease. അപ്പൊ ജീൻസ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന ഒരു മെത്തേഡ്. ഇനി കറക്ഷൻ ഓഫ് ജനറ്റിക് ഡിഫക്ട് ഇൻവോൾവ്സ് ഡെലിവറി ഓഫ് എ നോർമൽ ജീൻ into the individual or embryo to take over the function of and compensate for the non-functional gene. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു നോൺ ഫങ്ഷണൽ ജീൻ ഓൾറെഡി ആ ഒരു പേഷ്യന്റിന്റെ അടുത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എംബ്രിയോയിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവിടേക്ക് എന്ത് കൊണ്ടുവരിക, ഫങ്ഷണൽ ആയിട്ടുള്ള നോർമൽ ജീൻ ഡെലിവർ ചെയ്യുക, അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അതാണ് ആര് ചെയ്യുന്നത്, ഈ ഒരു ജീൻ തെറാപ്പി ചെയ്യുന്നത്. അപ്പൊ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീന് അവിടെ ഫങ്ഷണൽ ജീനായിട്ട് മാറുന്നു. അങ്ങനെ ആ ഒരു ഫങ്ഷണൽ ജീൻ ആ ജീനിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഡിസീസ് പിന്നെ അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഹെറിഡിറ്ററി ഡിസീസസ് മാറി. ഓക്കെ, അപ്പം ഹെറിഡിറ്ററി ഡിസീസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് സിക്കിൾ സെൽ അനീമിയ പോലുള്ളതൊക്കെയും എന്താണ്, ഹെറിഡിറ്ററി ഡിസീസ് ആണ്. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി
അത് 1990-ലാണ് ചെയ്തത്. ഒരു 4-year-old ഗേൾ, അതിലാണ് ആ ഒരു കുട്ടിയിലാണ് പഠനം നടത്തിയത്. അപ്പം ആ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്ന ഡിസീസ് എന്ന് പറയുന്നത് അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി ആണ്. അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി ആണ്. ദിസ് എൻസൈം ഈസ് ക്രൂഷ്യൽ ഫോർ ദി ഇമ്മ്യൂൺ സിസ്റ്റം ടു ഫങ്ഷൻ. ഈ ഒരു അഡിനോസിൻ ഡയമിനേസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു എൻസൈം വേണം. ദിസ് ഡിസോർഡർ ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡിലീഷൻ ഓഫ് എ ജീൻ ഫോർ അഡിനോസിൻ ഡിഅമിനേസ്. ഈ അഡിനോസിൻ ഡിഅമിനേസിന് വേണ്ടിയിട്ടുള്ള ഒരു ജീൻ, അതിന്റെ ഡിലീഷൻ കാരണമാണ് ഈ ഒരു ഡിസോർഡർ ഉണ്ടായത്. In some children, ADA deficiency can be cured by bone marrow transplantation. ഇനി ചില ചിൽഡ്രൻസിൽ ഈ ADA ഡെഫിഷ്യൻസി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാൽ. മജ്ജ മാറ്റിവെക്കൽ ആ ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെങ്കിൽ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ADA ഡെഫിഷ്യൻസി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇൻ അതേഴ്സ് ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. ചിലരില് ഈ ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാലും ക്യൂർ ആവില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി ആണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇൻ വിച്ച് ഫങ്ഷണൽ ADA ഈസ് ഗിവൺ ടു ദ പേഷ്യന്റ് ബൈ ഇൻജെക്ഷൻ. ഈ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ ചെയ്യുന്നത് ഫങ്ഷണൽ ADA ആ ഒരു പേഷ്യന്റിന് ഇൻജെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. But the problem with both of these approaches that they are not completely curative. ഇപ്പൊ രണ്ട് ടെക്നിക്കും, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആയാലും എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി ആയാലും രണ്ടും കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ല. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റ്സ് ഫ്രം ബ്ലഡ് ഓഫ് എ പേഷ്യന്റ് ആർ ഗ്രോൺ ഇൻ എ കൾച്ചർ ഔട്ട്സൈഡ് ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ലിംഫോസൈറ്റ്സ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസിൽ ഉള്ള ഒന്നാണ് ലിംഫോസൈറ്റ്സ്. അപ്പൊ ലിംഫോസൈറ്റ്സിനെ എന്ത് ചെയ്യുന്നു? എടുത്ത് ആ ഒരു പേഷ്യന്റിന്റെ ബ്ലഡിൽ നിന്നും എടുക്കുന്നു, അതിനെ കൾച്ചർ ചെയ്യുന്നു, ബോഡിയുടെ പുറമെ കൾച്ചർ ചെയ്യുന്നു. ഓക്കെ, എ ഫങ്ഷണൽ ADA cDNA using a retroviral vector is then introduced into these lymphocytes. ഇനി ആ ഒരു പേഷ്യന്റിൽ നിന്നും എടുത്തിട്ടുള്ള ലിംഫോസൈറ്റ്സ് ആയിട്ട് ഫങ്ഷണൽ ADA cDNA, ഫങ്ഷണൽ ആയിട്ടുള്ള ADA cDNA എന്ത് ചെയ്യുന്നു? ഈ ഒരു ലിംഫോസൈറ്റ്സ് ആയിട്ട് അതിനോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, which are subsequently returned to a patient. എന്നിട്ട് ഈ ഒരു ലിംഫോസൈറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലിംഫോസൈറ്റ്സിനെ എന്ത് ചെയ്യുന്നു? വീണ്ടും പേഷ്യന്റിലോട്ട് തന്നെ റിട്ടേൺ ചെയ്യുന്നു. However, as these cells are not immortal, ഈ സെൽസ് ഒരിക്കലും ഇമ്മോർട്ടൽ അല്ല. The patient requires periodic infusion of such genetically engineered lymphocytes. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ലിംഫോസൈറ്റ്സിന് എന്ത് പേരാണ് നമ്മൾ പറയാ? ജനറ്റിക്കലി എൻജിനീയർഡ് ലിംഫോസൈറ്റ്സ് എന്നാണ് പറയാ. ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ജനറ്റിക്കലി എൻജിനീയർ ലിംഫോസൈറ്റ്സ് ഈ ഒരു പീരിയോഡിക് ഇൻഫ്യൂഷൻസ് കാരണം പേഷ്യൻസിന് കൊടുക്കുന്നു. അങ്ങനെ പീരിയോഡിക് ഇൻഫ്യൂഷൻസ്, അതായത് ഈ ഒരു പീരിയോഡിക്കലി ഒരു ജനറ്റിക്കലി എൻജിനീയർ ലിംഫോസൈറ്റ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? ആ ഒരു അസുഖം, അതായത് ഇപ്പൊ ADA എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെഫിഷ്യൻസി അവിടെ മാറാണ് ചെയ്യുന്നത്. However, if the gene isolate from marrow cells, bone marrow cells producing ADA is introduced into the cells at early embryonic stage, അതായത് ഇപ്പൊ ചൈൽഡ് ഒരു 4-year-old ഗേളിന് മുകളിലാണ്, ഗേളിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡി നടത്തുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് ഇപ്പൊ ബോൺ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എംബ്രിയോ ആയിട്ടുള്ള സമയത്ത് ഈ ഒരു ഹെറിഡിറ്ററി ഡിസീസസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്യൂർ കൊണ്ടുവരാൻ പറ്റുന്നതാണ് പറയുന്നത്. അതായത് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെറിഡിറ്ററി ഡിസീസ് മാറാന്നുള്ളത് അത്രയും പോസിബിൾ അല്ല. എംബ്രിയോന്റെ കേസ് ആകുമ്പോൾ, എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ഡിസീസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെർമനന്റ് ക്യൂറിന് ചാൻസ് വളരെ കൂടുതലാണ്. പെർമനന്റ് ക്യൂർ തന്നെ പോസിബിൾ ആണെന്നാണ് പറയുന്നത് എംബ്രിയോണിക് സ്റ്റേജിൽ ഡിസീസ് കണ്ടുപിടിക്കുമ്പോൾ. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഹെറിഡിറ്ററി ഡിസീസസ് ബോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറാനുള്ളത് കുറച്ചും കൂടി പോസിബിൾ ആണ്. ബട്ട് പെർമനന്റ് ക്യൂർ പോസിബിൾ ആണ് ഏത് സമയത്ത്? എംബ്രിയോണിക് സ്റ്റേജിന്റെ സമയത്ത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് റീകോംബിനന്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക്കലി എൻജിനീയർഡ് ലിംഫോസൈറ്റ്സ്. ഇപ്പൊ ലിംഫോസൈറ്റ്സ് ഒരു പേഷ്യന്റിൽ നിന്ന് എടുക്കുന്നു, ആ ലിംഫോസൈറ്റ്സിലോട്ട് ADNA cDNAs കൊടുക്കുന്നു, എന്നിട്ട് അത് ഇൻസെർട്ടഡ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലിംഫോസൈറ്റ്സ് തിരിച്ച് ആ പേഷ്യന്റിലോട്ട് വെക്കുന്ന സമയത്ത് അവിടെ ക്യൂർ നടക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്ത്? ജീൻ തെറാപ്പി. അല്ലെങ്കിൽ ഈ ഒരു ലിംഫോസൈറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ജനറ്റിക്കലി എൻജിനീയർഡ് ലിംഫോസൈറ്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് മോളിക്കുലാർ ഡയഗ്നോസിസ് ആണ്.
അപ്പൊ നമുക്ക് ജീൻ തെറാപ്പി നമ്മൾ പഠിച്ചു, ഇൻസുലിൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി മോളിക്കുലർ ഡയഗ്നോസിസ് ആണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസിനെ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു ടേം ആണ് ഡയഗ്നോസിസ്. യു നോ ദാറ്റ് for effective treatment of a disease, early diagnosis and understanding its pathophysiology is very important. അതായത് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഡിസീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഏർലി ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പാത്തോഫിസിയോളജിയുടെ കേസിൽ. ഓക്കെ, അതായത് പാത്തജൻസ് ആണ് ആ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ ഏർലി ഡയഗ്നോസിസ് ആണ്, അതിനെ ക്യൂർ ചെയ്യാൻ ഏർലി ഡയഗ്നോസിസ് ആണ് കുറച്ചും കൂടി ഇഫക്റ്റീവ്. ഏർലി ഡയഗ്നോസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ടെക്നിക് വേണം. അതും ഇംപ്രൂവ് ചെയ്യുന്നത് ആരാണ്, ബയോടെക്നോളജി ആണ്. അപ്പോൾ ബയോടെക്നോളജി പ്രോഡക്ട്സ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, അവിടെ പ്രോസസ്സും ഉണ്ടാക്കുന്നുണ്ട്. എന്ത്, ബയോടെക്നോളജി യൂസിങ് കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് ഡയഗ്നോസിസ്. അതായത് ഇപ്പൊ സിറം അനാലിസിസ് ഉണ്ട്, യൂറിൻ അനാലിസിസ് ഒക്കെ ഉണ്ട്. ഏർലി ഡിറ്റക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. കൺവെൻഷണൽ ആയിട്ടുള്ള ഡയഗ്നോസിസ് യൂസ് ചെയ്യുന്നത് വഴി ഏർലി ഡയഗ്നോസിസ് ഒന്നും അവിടെ പോസിബിൾ അല്ല. ബട്ട് recombinant DNA technology, polymerase chain reactions, enzyme linked immunosorbent assay ELISA are some of techniques that improved or advanced by biotechnology, which serves the purpose of early diagnosis. Early diagnosis നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഈ ഒരു എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ അല്ലെങ്കിൽ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ, recombinant DNA ടെക്നോളജി, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെയും ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഒരു ബയോടെക്നോളജി ഫീൽഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പ്രസൻസ് ഓഫ് എ പാത്തോജൻ, ഇപ്പൊ ബാക്ടീരിയ, വൈറസസ്, ഇതൊക്കെ എന്താണ്, പാത്തോജൻസ് ആണ്. ഈസ് നോർമലി സസ്പെക്ടഡ് ഓൺലി വെൻ ദ പാത്തോജൻ ഹാസ് പ്രൊഡ്യൂസ്ഡ് എ ഡിസീസ് സിംറ്റം. ഇപ്പം ഈ ഒരു പാത്തോജൻ ഡിസീസ് സിംറ്റംസ് കാണിക്കുന്ന സമയത്താണ് നമുക്ക് നോർമലി ഈ ഒരു പാത്തോജൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും സിംറ്റംസ് കാണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പാത്തോജന്റെ പ്രസൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. By this time, the concentration of pathogen is already very high in the body. അതായത് ഈ പാത്തജൻസ് വന്നിട്ട് കാണിക്കുന്ന സിംറ്റംസ്, ഇപ്പൊ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട് ഈ ബാക്ടീരിയാസ് അല്ലെങ്കിൽ പാത്തജൻസിന്റെ എണ്ണം അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ കൂടിയിട്ടുണ്ടാകും. However, very low concentration of a bacterium or virus can be detected by amplification of their nucleic acid by PCR. ഇനി ഇവരെ സിംറ്റംസ് കാണിക്കുന്നേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഈ ബാക്ടീരിയനെയും വൈറസിനെയൊക്കെയും ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ്, ഇപ്പൊ PCR എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു, ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ PCR ടെക്നിക്ക് വഴി നമുക്ക് ഈ വൈറസിനെയും ബാക്ടീരിയനെയും സിംറ്റംസ് ഒന്നും കാണിക്കാതെ തന്നെ ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, can you explain how PCR can detect very low amounts of DNA? എങ്ങനെയാണ് ഇപ്പൊ ബാക്ടീരിയ, വൈറസ് സിംറ്റം കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ. അതെങ്ങനെയാണ് സ്മോൾ അമൗണ്ട്സിലുള്ള ഈ ഒരു DNAസിനെ ഈ PCR ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്നത്? PCR is now routinely used to detect HIV in suspected AIDS patients. അതായത് ഇപ്പൊ എയ്ഡ്സ് പേഷ്യൻസ്, ഇപ്പൊ സസ്പെക്റ്റഡ് ആയിട്ടുള്ള, അതായത് എയ്ഡ്സ് വരാൻ സാധ്യതയുള്ള കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് അവര് സിംറ്റംസ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ എയ്ഡ്സ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പം സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞിട്ട് എയ്ഡ്സ് ഉണ്ടോ നോക്കുന്നത് കൺവെൻഷണൽ മെത്തേഡ്സ് ആണ്. അപ്പൊ അതിനു മുമ്പ് എയ്ഡ്സ് ഉണ്ടോ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് PCR എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് ടു ഡിറ്റക്ട് മ്യൂട്ടേഷൻസ് ഇൻ ജീൻസ് ഇൻ സസ്പെക്റ്റഡ് ക്യാൻസർ പേഷ്യൻസ് ടു. അപ്പൊ എയ്ഡ്സ് പേഷ്യൻസിൽ മാത്രമല്ല, ക്യാൻസർ പേഷ്യൻസിലും ജീൻസിന് മ്യൂട്ടേഷൻസ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു PCR ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാൻസർ പേഷ്യൻസിൽ മ്യൂട്ടേഷൻസ് ഉണ്ടോ, മ്യൂട്ടേഷൻസ് വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പൊ മ്യൂട്ടേഷൻസ് സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ടോ. അപ്പം പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയാസ്, വൈറസ്, ഇപ്പൊ കൊറോണ വൈറസ് ഒക്കെ വന്ന സമയത്ത് PCR ആണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പം സിംറ്റംസ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ കൊറോണ വൈറസ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ആയിട്ടുണ്ടോ, ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് PCR നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പവർഫുൾ ടെക്നിക് ടു ഐഡന്റിഫൈ മെനി അതർ ജനറ്റിക് ഡിസോർഡേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസീസ് മാത്രമല്ല, ജനറ്റിക് ഡിസോർഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും ഈ ഒരു PCR ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എ സിംഗിൾ സ്ട്രാൻഡഡ് DNA or RNA.
അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNA ഫസ്റ്റ് എന്ത് ചെയ്യും, റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ആയിട്ടുള്ള മോളിക്യൂളിന്റെ മുകളിൽ ടാഗ് ചെയ്യും, മോളിക്യൂൾ ആയിട്ട് ടാഗ് ചെയ്യും. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ എന്ന് പറയുന്നത് പ്രോബ് എന്നാണ് നമ്മൾ അതിനെ മെയിൻ ആയിട്ടും ടേം ചെയ്യുക. റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്, പ്രോബ് ആണ്. അപ്പൊ ഈ പ്രോബ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNA ടാഗ് ചെയ്യും. ഈസ് അലൗഡ് ടു ഹൈബ്രിഡൈസ് ടു ഇറ്റ്സ് കോംപ്ലിമെന്ററി DNA. എന്നിട്ട് ഇവര് കോംപ്ലിമെന്ററി DNA ആയിട്ട് എന്ത് ചെയ്യാണ്, ഹൈബ്രിഡൈസ് ചെയ്യാണ്. കോംപ്ലിമെന്ററി DNA ആയിട്ട് ഹൈബ്രിഡൈസ് ചെയ്യുന്നു. ഇൻ എ ക്ലോൺ ഓഫ് സെൽസ് ഫോളോഡ് ബൈ ഡിറ്റക്ഷൻ യൂസിങ് ഓട്ടോ റേഡിയോഗ്രഫി. ഇപ്പൊ ഓട്ടോ റേഡിയോഗ്രഫി ആ ഒരു ടെക്നിക്കിലാണ്, ആ ഒരു ടെക്നിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ RNA റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോബ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ആയിട്ട് ടാഗ് ചെയ്യുന്നു. അത് നടക്കുന്നത് ഓട്ടോ റേഡിയോഗ്രഫിയുടെ അണ്ടറിലാണ്. അപ്പം അവിടെ എന്ത് ചെയ്യുന്നു, കോംപ്ലിമെന്ററി DNA ആയിട്ട് ഇവർ ഹൈബ്രിഡൈസ് ചെയ്യുന്നു. The clone having the mutated gene will hence not appear on the photographic film. അപ്പൊ ഈ ഓട്ടോ റേഡിയോഗ്രഫിയുടെ അണ്ടറിലാണ് നടക്കുന്നത്. അപ്പം ഇവര് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻസ് ഇവര് എന്ത് ചെയ്യില്ല, ഫോട്ടോഗ്രാഫിക് ഫിലിംസിന്റെ മുകളിൽ അപ്പിയർ ചെയ്യില്ല. ബിക്കോസ് ദ പ്രോബ് വിൽ നോട്ട് ഹാവ് കോംപ്ലിമെന്റാരിറ്റി വിത്ത് ദ മ്യൂട്ടേറ്റഡ് ജീൻ. അതായത് എന്തുകൊണ്ടാണ് ഇവർ അപ്പിയർ ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ പ്രോബ്സിന് കോംപ്ലിമെന്റാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സംഭവം ഇല്ല. അതായത് മ്യൂട്ടേറ്റഡ് ജീൻസിന് കോംപ്ലിമെന്റാരിറ്റി ആര് കാണിക്കുന്നില്ല, പ്രോബ്സ് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവര് എന്ത് ചെയ്യില്ല, ഫോട്ടോഗ്രാഫിക് ഫിലിംസിൽ അപ്പിയർ ചെയ്യില്ല. അതും ഒരു ടെക്നിക്കാണ്. ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നതും ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ഓട്ടോ റേഡിയോഗ്രഫി. ഇനി അതുപോലെയുള്ള ഒരു അടുത്തൊരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ് എലീസ. എലീസ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. അത് മെയിൻ ആയിട്ടും ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഇൻഫെക്ഷൻ ബൈ പാത്തജൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് ആന്റിജൻ. ഇപ്പം ഈ ഒരു ആന്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്നതൊക്കെ കൊറോണ സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഏത് പാത്തജൻ ആണ് ഇൻഫെക്ട് ചെയ്തത്, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അവിടെ കുറച്ച് ആന്റിജൻസ് പ്രസന്റ് ആയിട്ടുണ്ടാകും. അതിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇൻഫെക്റ്റഡ് പാത്തജനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു പാത്തജൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആന്റിജൻസ് ഉണ്ടാകും. ആന്റിജനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് ഏത് പാത്തജൻ ആണ് നമ്മൾ ഇൻഫെക്ട് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഓ ബൈ ഡിറ്റക്ടിങ് ദ ആന്റിബോഡി സിന്തസൈസ്ഡ് അഗെയിൻസ്റ്റ് ദ പാത്തജൻ. പാത്തജൻ വരുന്ന സമയത്ത് അതിനെതിരായിട്ട് നമ്മുടെ ബോഡി ആന്റിബോഡീസ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് തരം ആന്റിബോഡി ആണ് സിന്തസൈസ്ഡ് ആയിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഏത് പാത്തജൻ ആണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ എലീസ, അതുപോലെ ഓട്ടോ റേഡിയോഗ്രഫി, അതുപോലെ PCR, ഇതൊക്കെയും ആണ് എന്ത്, മോളിക്കുലാർ ഡയഗ്നോസിസ്. അതായത് റീകോംബിനന്റ് DNA ടെക്നോളജീസ് അല്ലെങ്കിൽ ബയോടെക്നോളജി എൻഹാൻസ് ചെയ്തിട്ടുള്ള 3 ടെക്നിക്സ് ആണ് PCR, ഓട്ടോ റേഡിയോഗ്രഫി, എലീസ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്സ്. ഇത് മെയിൻ ആയിട്ടും ഇതുപോലെ അഡ്വാൻസ് ചെയ്ത് വന്നിട്ടുള്ളത് ഏർലി ഡയഗ്നോസിസിനും അതുപോലെ പെർഫെക്റ്റ് ഡയഗ്നോസിസിനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഡയഗ്നോസിസ് ആണ് ഏർലി ഡയഗ്നോസിസ് ആണ് ഏറ്റവും നല്ലത്. ഇപ്പം ഒരു സിംറ്റം കണ്ടു കഴിയുമ്പോഴേക്കും എന്താണ്, അവിടെ അതിന്റെ ഒരു പാത്തജന്റെ ഗ്രോത്ത് വളരെ നന്നായി നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നീടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത്ര ഇഫക്റ്റീവ് ആണെന്നില്ല. ഏർലി ഡിറ്റക്ഷൻ നടക്കാന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് അത്രയും ഇഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനാണ് മോളിക്കുലർ ഡയഗ്നോസിസിൽ ബയോടെക്നോളജി ഇത്രയും ആപ്ലിക്കേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ട്രാൻസ്ജനിക് ആനിമൽസിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.